ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. മധ്യകേരളത്തിലെ 100-ൽ പരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ദൃശ്യ പോരാട്ടവുമായി എത്തുകയാണ്. ഇന്ന് ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം എത്തിയിരിക്കുന്നത് ഞീഴൂർ പഞ്ചായത്തിലാണ്. ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യമായി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ദിലീപ്, അടുത്തതായി UDF-നെ പ്രതിനിധീകരിച്ച് ചെറിയാൻ കെ ജോസ്, അടുത്തതായി LDF-നെ പ്രതിനിധീകരിച്ച് KP ദേവദാസ്, BJP പ്രതിനിധി രാജേഷ്. ഈ സംവാദ പരിപാടി ആരംഭിക്കുമ്പോൾ ഈ 5 വർഷക്കാലം ഞീഴൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറയാമോ? എല്ലാവർക്കും നമസ്കാരം. ഞീഴൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീകല ദിലീപ് ആണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഈ ഭരണസമിതി ചുമതലയേൽക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ മഹാമാരിയായ കോവിഡിനെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ ഭരണം ഏറ്റെടുക്കുന്നത്. അതിനുശേഷം കോവിഡിൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ അതീവ ചടുലതയോടുകൂടി തന്നെ നമ്മൾ ഓരോ പ്രോജക്റ്റുകളും നടപ്പിലാക്കാൻ ശ്രമിച്ചു. ചെറിയ കൃഷിയെ ആശ്രയിച്ച് കഴിയുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് ഇവിടെ ഉള്ളതെങ്കിൽ പോലും സമസ്ത മേഖലകളിലും ഉള്ള ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. ആദ്യമേ തന്നെ പറയട്ടെ, അത് ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ പ്രയത്നത്തിലൂടെയാണ്. 14 മെമ്പർമാരാണുള്ളത്. കൂട്ടായ പ്രയത്നത്തിലൂടെ തന്നെയാണ്. അതുപോലെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥരും എല്ലാം, അതുപോലെ നാട്ടുകാരും ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചതെന്നുള്ളത് ആദ്യമായി പറയട്ടെ. ആരോഗ്യ മേഖല തന്നെ ആദ്യമായി എടുക്കാം. നമ്മുടെ കൂവേലി എന്ന സ്ഥലത്ത് നമ്മുടെ PHCയുടെ പുതിയ ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിച്ച അവസ്ഥയിലാണ്. ഉടൻ തന്നെ നമ്മളുടെ ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ നമുക്കതിൻ്റെ ഉദ്ഘാടനവും മറ്റും കഴിഞ്ഞ് പ്രവർത്തനം തുടങ്ങണം എന്നാഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ 12-ാം വാർഡിൽ സബ് സെൻറ്ററിനായി നമ്മുടെ മുൻ മെമ്പറായിരുന്ന ശ്രീ സണ്ണി അവറുകൾ തന്നിട്ടുള്ള സ്ഥലത്ത് നമ്മുടെ സബ് സെൻറ്ററിൻ്റെ പുതിയ ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ എല്ലാ സബ് സെൻറ്ററുകളും വെൽനസ് സെൻറ്ററുകളായി ഉയർത്തുന്നതിനും അതുപോലെ തന്നെ എല്ലാ സബ് സെൻറ്റർ വഴിയും ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് വിതരണം ചെയ്യുന്നതിനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ എല്ലാവിധ രോഗങ്ങൾക്കുമുള്ള അതിൻ്റെ തന്നെ രോഗനിർണയവും ചികിത്സയ്ക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം ചെയ്തു തന്നെയാണ് പോകുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ എടുത്താൽ നമുക്ക് 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്, അതായത് സ്കൂളുകളാണുള്ളത്. അതിൽ 2 എണ്ണം കുഞ്ഞുകുട്ടികൾക്ക് ആശ്രയിക്കത്തക്ക രീതിയിലുള്ള വർണ്ണക്കൂടാരം പദ്ധതിയും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നല്ല രീതിയിലാണ് നമ്മുടെ 3 സ്കൂളുകളും പ്രവർത്തിച്ചു പോകുന്നത്. അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ പഞ്ചായത്ത് വിഹിതം വച്ചിട്ട് തന്നെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാർഷിക മേഖല എടുത്താൽ നമ്മൾ കർഷകർക്ക് എല്ലാം വളം അതുപോലെയുള്ള അനുബന്ധ സാമഗ്രികളെല്ലാം നമ്മൾ പദ്ധതി വെച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ നമ്മുടെ അന്യം നിന്ന് പോയിട്ടുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ വാഴവിത്തുകൾ, തൈകൾ ഉൾപ്പെടെ എല്ലാവിധത്തിലും നമ്മൾ കർഷകരെ സഹായിച്ചു പോരുന്നു. ക്ഷീരമേഖല എടുത്താലും ക്ഷീരകർഷകർക്ക് പാൽ സബ്സിഡിക്കും അതുപോലെ തന്നെ ഇൻസെൻറ്റീവും കൊടുത്തു പോരുന്നു. ഈ വർഷം നമ്മൾ ക്ഷീരഗ്രാമം പദ്ധതിക്കായി 10 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിനെയും ക്ഷീരഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ആ പദ്ധതിയും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ നോക്കിയാൽ 80% നമ്മളുടെ റോഡുകളെല്ലാം തന്നെ PWD റോഡുകളാവട്ടെ, പഞ്ചായത്തിൻ്റെ റോഡുകളാവട്ടെ, അതുപോലെ തന്നെ PMGSYയിൽ ഉൾപ്പെടുത്തി 3 റോഡുകൾ, അങ്ങനെ എല്ലാ റോഡുകളും തന്നെ 80% റോഡുകളും തന്നെ വളരെ നല്ല രീതിയിലാണ് സഞ്ചാരയോഗ്യമാക്കിയിട്ടുള്ളത്. ബാക്കി ഈ വർഷം നമ്മുടെ റോഡുകളുടെയൊക്കെ പണി തുടങ്ങിയിട്ടില്ല. എന്നിരുന്നാലും റോഡുകൾ കുറേ എണ്ണത്തിൻ്റെ നമ്മുടെ ടെൻഡർ വിളിച്ചിട്ടുണ്ട്, ടെൻഡർ ഇട്ടിട്ടുണ്ട്. മഴ കാരണമാണ് അതിൻ്റെ പണി തുടങ്ങാത്തത്. അതും ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും. പിന്നെ എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം, സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗമാണ് ഭിന്നശേഷിക്കാർ. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് കെട്ടിടത്തിൻ്റെ പണി തുടങ്ങി വച്ചു എങ്കിൽ നമ്മൾ ഈ ഭരണസമിതിയുടെ കാലത്ത് ആ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാവുകയും അതോടൊപ്പം തന്നെ അവിടെ ഭിന്നശേഷിക്കാർക്കായി ഒരു താൽക്കാലികമായി ഒരു അധ്യാപികയെ നിയമിച്ചുകൊണ്ട്
അവിടെ കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പഠനം മാത്രമല്ല ബാക്കി അവരുടെ കഴിവുകളെ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അവർക്ക് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ഉപജീവനത്തിനുള്ള മാർഗം കണ്ടെത്തണം, അതിനൊരു സംരംഭം തുടങ്ങണം എന്നുള്ള ആശയവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ചെറിയ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു വച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്തതായി പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു ആക്ഷേപമുണ്ട്, നമ്മുടെ ലൈറ്റുകളെല്ലാം, അതായത് വഴിവിളക്കുകളൊക്കെ ചിലതൊക്കെ കത്തുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അതിന് ഒരു പരിഹാര മാർഗമെന്ന നിലയ്ക്കാണ് നമ്മൾ 2 വർഷങ്ങളിലായി നമ്മുടെ കടുത്തുരുത്തി, പെരുവ, അതുപോലെ തന്നെ കുറവലങ്ങാട് ഇലക്ട്രിക്കൽ സെക്ഷൻ്റെ കീഴിൽ നമ്മൾ ഫണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുകയും പ്രധാന റോഡുകളിലെല്ലാം തന്നെ നമ്മുടെ സ്ട്രീറ്റ് മെയിൻ വലിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, സ്ട്രീറ്റ് മെയിൻ ഇല്ലാതെ തെരുവ് വിളക്കുകൾ കത്തിക്കുമ്പോൾ സെൻസറാണ് ഉപയോഗിക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി സപ്ലൈയുടെ അതിന് വേരിയേഷൻ വരുമ്പോഴൊക്കെ ഡാമേജ് ആയി പോകും. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സ്ട്രീറ്റ് മെയിൻ വലിക്കുന്നതിന് വേണ്ടി നമ്മൾ ഫണ്ട് വകയിരുത്തുക മാത്രമല്ല, ഇപ്പോൾ കുറവലങ്ങാട്, പെരുവ സെക്ഷനുകളിൽ നേരത്തെ തന്നെ സ്ട്രീറ്റ് മെയിൻ വലിച്ചു കഴിഞ്ഞു. കടുത്തുരുത്തിയിൽ ഇപ്പോൾ വലിച്ച് ഈ സമയത്ത് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് UDFന്റെ പ്രതിനിധി ചെറിയാൻ കെ ജോസ്, ഇപ്പോൾ തനത് ഫണ്ട് കുറഞ്ഞ പഞ്ചായത്താണെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് പ്രസിഡന്റ് പറയുന്നത്. ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ ശേഷം പ്ലാൻ ഫണ്ടുകൾ, പദ്ധതികൾ നടപ്പാക്കുന്നതിൽ ത്രിതല പഞ്ചായത്തുകളെയും കൂടെ സംസ്ഥാന ഗവൺമെൻറ് ഉൾപ്പെടുത്തി ത്രിതല പഞ്ചായത്തുകൾക്ക് ആവശ്യത്തിന് ഫണ്ട് കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ അത് 95 മുതൽ 96 പദ്ധതി തൊട്ട് 96 തൊട്ട് തുടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ്. അത്തരത്തിൽ ഞീഴൂർ പഞ്ചായത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫണ്ടുകൾ മുൻകാലങ്ങളിൽ, മുൻ ഭരണസമിതിയുടെ കാലങ്ങളിൽ അത് നല്ല നിലയിൽ ചെലവഴിക്കുകയും 100% ചെലവഴിക്കുകയും ജില്ലയിൽ 2 തവണ മികച്ച പഞ്ചായത്തായും 1 തവണ 2ാം സ്ഥാനം ലഭിക്കുകയും ചെയ്തിട്ടുള്ളൊരു പാരമ്പര്യമുള്ള പഞ്ചായത്താണ് ഞീഴൂർ പഞ്ചായത്ത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പ്ലാൻ ഫണ്ടുകൾ, ഇവിടെ ഈ പ്ലാൻ ഫണ്ടുകൾ ലഭിക്കുമ്പോൾ അത് പദ്ധതി തയ്യാറാക്കി സമയബന്ധിതമായി ചെലവഴിക്കുന്നതിനാണ് പഞ്ചായത്ത് ഭരണസമിതി ഊന്നൽ കൊടുക്കേണ്ടത്. അപ്പോൾ ആ കാര്യത്തിൽ ഇപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് നോക്കിയാൽ നമുക്ക് ഈ കഴിഞ്ഞ ഈ ഭരണസമിതിയുടെ 4 വർഷം, ഇത് 5ാമത്തെ പദ്ധതി ടെൻഡർ വിളിച്ച് പണികൾ തുടങ്ങിയിട്ടേ ഉള്ളെന്ന് പറഞ്ഞു. 4 വർഷത്തെ പദ്ധതികൾ പൂർത്തീകരിക്കുമ്പോൾ 4 വർഷം കൊണ്ട് ഞീഴൂർ പഞ്ചായത്തിൽ 2,79,40,832 രൂപ ലാപ്സാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പണ്ടത് ക്യാരി ഓവർ ചെയ്യുമായിരുന്നു, മാർച്ച് 31 ചിലവാക്കിയില്ലായിരുന്നെങ്കിൽ. ഇപ്പം ക്യാരി ഓവർ ചെയ്യുന്നില്ല. കാരണം പദ്ധതി നടത്തിപ്പിന് ഇപ്പം പണ്ടത്തെ പോലെ എല്ലാം 12 മാസത്തോളം കിട്ടുന്നുണ്ട്. പണ്ട് ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ കുറവായിരുന്നു, പദ്ധതി നടത്തിപ്പിന് ഒട്ടനവധി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും ഈ വർഷം, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഈ ഭരണസമിതിയുടെ കാലത്ത് 4 വർഷം കൊണ്ട്, അതിപ്പോൾ ഈ റോഡിൻ്റെ കാര്യം പറഞ്ഞു, കേരളത്തിൽ തന്നെ പഞ്ചായത്തിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ റോഡ് ദൈർഘ്യമുള്ളൊരു പഞ്ചായത്താണ് ഞീഴൂർ പഞ്ചായത്ത്. അവിടെ റോഡിന് മാത്രം, റോഡ് മെയിൻ്റനൻസ് ചെയ്യുന്നതിന് ഏറ്റവും ബുദ്ധിമുട്ട് കുറവാണ്. കാരണം റീടാറിംഗ് ആണ് ചെയ്യുന്നത്. അവിടെ മാത്രം 1,50,31,116 രൂപ ഈ 4 വർഷം കൊണ്ട് ലാപ്സാക്കിയവരാണ് പറയുന്നത്. ഞങ്ങൾ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്നത്. അത് ശരിയായ ഒരു കാര്യമല്ല. അത് നമ്മളത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇപ്പോൾ പദ്ധതികൾ വെക്കുമ്പോൾ, ഇപ്പോൾ പൂതപ്പാണ്ടം ചിറയിൽ നമ്മുടെ മനോഹരമായ ഒരു പ്രദേശമാണ് പൂതപ്പാണ്ടം ചിറ. അവിടെ ജൈവ വൈവിധ്യ പാർക്കുണ്ടാക്കി. ആ പാർക്കുണ്ടാക്കിക്കൊണ്ട് അവിടെ 5 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് വെച്ചിട്ട് 4 ലക്ഷം രൂപ ചിലവഴിച്ചു. അത് അവിടെ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് ഊഞ്ഞാൽ, ഔഷധ ചെടികൾ, ജൈവവേലി, ഡിസ്പ്ലേ ബോർഡ്, ഇരിപ്പിടം, ഏറുമാടം, കവാടം എന്നിവ സ്ഥാപിക്കൽ, ആമ്പക്കുളത്തിലെ കരിങ്കല്ല് പാകൽ എന്നീ പ്രവൃത്തികൾ നടത്തിയതായിട്ട് പറയുന്നുണ്ട്. അവർ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുകയാണ്, ഓഡിറ്റ് ഒബ്ജക്ഷനായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഈ പദ്ധതി പ്രകാരം ഔഷധ ചെടികൾ, ജൈവവേലി എന്നിവ സ്ഥാപിച്ചതായും ആമ്പൽക്കുളം കരിങ്കല്ല് പാകിയതായും അവകാശപ്പെടുന്നുണ്ടെങ്കിലും 20/10/2023 തീയതി നടത്തിയ സ്ഥലപരിശോധനയിൽ പ്രസ്തുത പ്രവൃത്തികൾ നടത്തിയതായി കാണുന്നില്ല. ഓഡിറ്റ് റിപ്പോർട്ടാണ്, നമ്മളാരും പറയുന്ന കാര്യമല്ല. അപ്പോൾ അതാണ് ചെയ്തിട്ടുള്ള ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ പദ്ധതികൾ നടത്തുന്ന കാര്യത്തിലുണ്ടായിട്ടുള്ള വീഴ്ചകൾ വലുതാണ്. ഇപ്പോൾ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് പഞ്ചായത്തുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. ഇപ്പോൾ അതിന് ഒട്ടനവധിയായ പദ്ധതികളുണ്ട്. സംസ്ഥാന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഒത്തിരി നടത്തുന്നുണ്ട്.
അതിന് ഇവിടെ നമുക്കറിയാം, അതിനു വേണ്ടിയുള്ള നമ്മുടെ പ്ലാസ്റ്റിക്കുകളൊക്കെ അത് ശേഖരിച്ച് കൊണ്ടുപോയി സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് വേണ്ടി ഇവിടെ ഒരു വാഹനം മേടിച്ചു. ആ വാഹനം മേടിച്ചിട്ട് ആ വാഹനത്തെക്കുറിച്ച് പറഞ്ഞാൽ ഹരിത കർമ്മസേനയ്ക്കായിട്ടൊരു വാഹനം മേടിച്ചു. 3,97,000 രൂപ മുടക്കിയിട്ടുണ്ട്. അത് ആകെ ഓടിയിട്ടുള്ളത് 189 കിലോമീറ്ററാണ് 3 വർഷം കൊണ്ട് ഓടിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വാഹനങ്ങൾ മേടിച്ചാൽ നമുക്കറിയാം, നമ്മളെല്ലാവരും തന്നെ വാഹനം ഉപയോഗിക്കുന്നതാണ്. 103 വർഷം കൊണ്ട് ഓടിയിട്ടുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ 1,70,000 രൂപ വാഹനത്തിന് വേണ്ടി വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത്. ആ വാഹനം ഇപ്പോൾ ആക്രിയായിട്ട് വിൽക്കുന്നതിന് മാറ്റിയിട്ടിരിക്കുകയാണ്. പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അത് കാര്യക്ഷമമായി പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഉപകാരമുള്ള രീതിയിൽ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ പറയുകയുണ്ടായി, വെൽനസ് സെൻറ്റർ 11,14,758 രൂപ മുടക്കിയിട്ട് പഞ്ചായത്ത് തന്നെ പറയുന്നത് 10 പേരെ അവിടെ ഉള്ളതെന്നാണ് പറയുന്നത്, അത് ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ വൃദ്ധരുടെ പകൽ വീടെന്ന് പറയുന്ന, ഇപ്പം അതിൻ്റെ പേര് സായം പ്രഭാ കേന്ദ്രം, നല്ല പേരൊക്കെയാണ്. 12,53,795 രൂപ മുടക്കി ഫർണിച്ചർ വാങ്ങിയിട്ട് അവിടെ ഒരാൾ പോലും ഇത് ഉപയോഗിക്കുന്നില്ല, അത് തുറക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പദ്ധതികൾ ചെലവാക്കുന്ന കാര്യങ്ങളിലുള്ള വീഴ്ചകൾ വളരെ വലുതാണ്. അതുപോലെയാണ് പല കാര്യങ്ങളെ സംബന്ധിച്ചും അങ്ങനെയുള്ള കാര്യങ്ങൾ. PHC കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. PHC നമ്മുടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് ഉയർത്തി. കോട്ടയം ജില്ലയിൽ എനിക്ക് തോന്നുന്നത് ഞീഴൂർ പഞ്ചായത്ത് മാത്രമേ, അല്ലെങ്കിൽ കാട്ടാമ്പാക്ക് PHC മാത്രമേ ഉയർത്താനുള്ളൂ. അത് കഴിഞ്ഞ കൊട്ടുകാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന കഴിഞ്ഞ UDFൻ്റെ ഭരണകാലത്ത് ഒരു ഉദ്ഘാടനം നടത്തുകയാണ്, മോൻസി ജോസഫ് നടത്തുകയാണ്. അതിനുശേഷം രാധാകൃഷ്ണ സാർ പ്രസിഡൻ്റായി, പിന്നെ സുഷ്മ ടീച്ചറായി, ഇപ്പം 4ാമത്തെ പ്രസിഡൻ്റാണ് ഇപ്പോഴത്തെ ശ്രീകല ദിലീപ്. അവർ പറയുകയുണ്ടായി, അതിൻ്റെ പണികൾ നടക്കുകയാണ്. ഇത് 6 വർഷമായി 2-3 കോടി രൂപ കൊടുത്തൊരു കെട്ടിടം പണിയുന്നത് നമ്മുടെ നാട്ടിൽ 6 വർഷം കൊണ്ടാണ് പൂർത്തീകരിക്കുന്നെങ്കിൽ നമ്മളുടെയൊക്കെ നമ്മൾ വീടുകൾ പണിയുന്നുണ്ട്, എത്ര കാലം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ മണ്ണെടുത്ത് പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് പഞ്ചായത്തിന് കൈമാറി കിട്ടിയിട്ടുള്ള സ്ഥാപനമാണ് PHC. ഒട്ടനവധി സാധനം ഗവൺമെൻറ് LP സ്കൂളുകളൊക്കെ പഞ്ചായത്തിന് കിട്ടുന്നത്. അവിടെ എടുത്ത് മണ്ണെടുത്തപ്പോൾ ആ മണ്ണിൻ്റെ സീനറേജ് എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ വില ലഭിക്കേണ്ടത് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥൻ എന്നതിൽ പഞ്ചായത്താണ്. പക്ഷേ അതിൻ്റെ ഗവൺമെൻറ്റിലേക്ക് കിട്ടുകയാണുണ്ടായത്. അത് പിന്നെ ഗവൺമെൻറ്റിലേക്ക് കിട്ടുന്ന നിലയാണ്. ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്തിന് കിട്ടേണ്ട പണം ലാഭ്സാക്കിൽ സർക്കാർ കൊണ്ടുപോയി കിട്ടുന്ന കിട്ടേണ്ട പണങ്ങൾ മുഴുവൻ കൊണ്ടുപോയി ഇങ്ങനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ മടത്തിപ്പറമ്പി സൗജന്യമായി കിട്ടിയ സ്ഥലത്ത് എന്താ പണിതിട്ടുള്ളത്? സബ് സെൻറ്റർ പണിതിട്ടില്ല. പിന്നെ ഒരു കളിസ്ഥലം ഉണ്ടാക്കാവുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടായ കാലം മുതൽ പറയുന്നതാണ്. പക്ഷേ നമുക്കറിയാം, ഇപ്പം ഒട്ടനവധിയായ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ കൂടാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരു കളിസ്ഥലം ഇപ്പോൾ ആവശ്യമാണ്. അതൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നീഴൂർ മാർക്കറ്റ്, അതിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഒരു കാലത്ത് ചരിത്ര പ്രശസ്തമായ മാർക്കറ്റിൻ്റെ അവസ്ഥ. വഴികുളത്തിൻ്റെ അറ്റകുറ്റപ്പണിക്കായിട്ട് ഞീഴൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷത്തിലായിട്ട് 23,32,802 രൂപ മുടക്കിയിട്ടുണ്ട്. എവിടെയാണ് വഴിവിളക്ക് തെളിയുന്നത്? ഈ മെയിൻ റോഡുകളിൽ കുറച്ച് ഭാഗങ്ങളിൽ തെളിയുന്നുണ്ട്, ഒരു സ്ഥലത്തും അങ്ങനെ കാര്യമായി തെളിയുന്നില്ല. LDF പോയിട്ട് വരാം. KP ദേവദാസ്, വളരെ ചുരുക്കി പറയണം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഫണ്ടുകൾ ലാപ്സാക്കി, അതോടൊപ്പം തന്നെ വികസനം അത് കാര്യക്ഷമമായ പ്രവർത്തനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. എങ്ങനെ പ്രതിരോധിക്കുന്നു? പ്രിയപ്പെട്ടവരെ, പഞ്ചായത്ത് 1983 രൂപീകൃതമായതാണ്. 53 ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, തുടരൂ. 53 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് 2 ടേം ഒഴിച്ചിട്ട്, ഇവിടെ UDF 2 ടേം ഒഴിച്ചിട്ട് ബാക്കിയുള്ള മുഴുവൻ വർഷങ്ങളിലും 10 വർഷമാണ് ഇപ്പോൾ ഈ അവസാനത്തെ 5 വർഷം കൂടി, ബാക്കിയുള്ള മുഴുവൻ വർഷങ്ങളിലും ഇവിടെ UDF ഭരിച്ച പഞ്ചായത്താണിത്. ഈ പഞ്ചായത്തിൽ എന്ത് വികസന പ്രവർത്തനം നടത്തിയെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച്, അല്ലെ വികസനം സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇവിടെ എന്ത് വികസന പ്രവർത്തനം നടത്തിയെന്നാണ് പറയുന്നത്? നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഏതൊക്കെ കാലഘട്ടത്തിൽ എവിടെയൊക്കെ ഇവിടെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്ന് ആ ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതികളല്ലാതെ ഏതെങ്കിലും പദ്ധതികൾ ഇവിടെ UDFകാർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? പറയട്ടെ, ഞങ്ങൾ വെല്ലുവിളിക്കുക. വിശ്വഭാരതി സ്കൂള് ഹൈസ്കൂളാക്കി, ഹയർ സെക്കൻഡറി സ്കൂളാക്കി LDFൻ്റെ കാലത്താണ്. ആശുപത്രി കൊണ്ടുവന്നത് ജോർജ് കുര്യാസ് സാറാണെങ്കിലും അതിൻ്റെ അപ്ഗ്രഡേഷൻ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ലാഭം മാർക്കറ്റ്, സപ്ലൈകോയുടെ ലാഭം മാർക്കറ്റ് ഇവിടെ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്.
ആയുർവേദ ആശുപത്രി, ഹോമിയോ ആശുപത്രി ഇവിടെ LDF ഗവൺമെൻറ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണ്. UDF ആണ് ഭരിച്ചുകൊണ്ടിരുന്നൊന്നും തീർക്കയില്ല. പക്ഷേ UDF എത്ര കാലം ഇവിടെ ഭരിച്ചതാണ് കേരളത്തിൽ? ഈ പഞ്ചായത്തിൽ എന്ത് വികസന പ്രവർത്തനമാണ് ഇവർക്ക് നടത്താൻ കഴിഞ്ഞത്? നമ്മൾ നീഴൂർ പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി UDF ഇവിടെ ഭരിച്ചതാണല്ലോ. ഈ ഫണ്ട് ഉപയോഗിച്ച് ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് തെളിച്ചിട്ടില്ലെന്ന് പറയുന്നു. സ്ട്രീറ്റ് ലൈറ്റ് വലിക്കണമെങ്കിൽ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൻ്റെ സവിശേഷമായ സാഹചര്യം, ഭൂപ്രകൃതി. ഇവിടെ മഴ പെയ്താൽ എന്ത് ലൈറ്റ് ഫിറ്റ് ചെയ്താലും അത് സെൻസർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുകയുള്ളായിരുന്നു. അത് കേടാവുക. സെൻസർ ഒക്കെ ഫിറ്റ് ചെയ്യുമ്പോഴേ ഒരു ലൈറ്റും ഇടിവെട്ടും വന്നു കഴിഞ്ഞാൽ സെൻസർ കേടാവുകയാണ്. അപ്പം എന്താ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി ദീർഘവീക്ഷണത്തോടു കൂടി കണ്ടു. 35 ലക്ഷം രൂപ ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് കടുത്തുരുത്തി, പെരുവ, കുറലങ്ങാട് സെക്ഷനുകളിൽ അടച്ചിട്ട് മെയിൻ റോഡുകളെല്ലാം സ്ട്രീറ്റ് മാൻ വലിച്ചിരിക്കുന്നു. അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇപ്പോൾ അത് നമ്മൾ ഈ വർഷം 8 ലക്ഷം രൂപ മുടക്കി ടെൻഡർ നടത്തി ഈ പഞ്ചായത്തിലെ മുഴുവൻ ലൈറ്റുകളും ഇടാൻ ഇന്നലെ മിനിങ്ങാന്ന് മുതൽ 14-ാം വാർഡ് ഇട്ടു. ഇന്ന് 13-ാം വാർഡ് ഇട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ 11-ാം വാർഡ് അങ്ങനെ പുറകോട്ട് പോയി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലൈറ്റ് എല്ലാം തെളിയും. ആ കാര്യത്തിലൊന്നും ആരും ഒന്നും പഠിപ്പിക്കണ്ട ഈ കാര്യത്തിൽ. അതുപോലെ തന്നെയാണ് നമ്മുടെ ലാപ്സാക്കി ഫണ്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ഫണ്ട് അനുവദിച്ച് കഴിഞ്ഞാൽ ആ ഫണ്ട് കുറച്ച് കാലം മുമ്പ് വരെ സർക്കാർ അത് നീട്ടിത്തരുമായിരുന്നു. ഇപ്പം നമ്മൾക്ക് പദ്ധതി വെച്ച സ്പിൽ ആകും. ആ സ്പിൽ ആകുമ്പോഴത്തേനും തീർച്ചയായിട്ടും ഒരു ആണ്ടത്തെ പദ്ധതികളൊന്നും പൂർത്തീകരിക്കാൻ കഴിയില്ല. സ്പിൽ ആകുന്ന പദ്ധതിക്ക് പുതിയ നയമനുസരിച്ചിട്ട് സർക്കാർ ആ ഫണ്ട് കുറച്ചിട്ട് ബാക്കി ഫണ്ടേ തരുള്ളൂ. അത് പഞ്ചായത്തിൻ്റെ കുഴപ്പമാണോ? പഞ്ചായത്ത് എന്തെങ്കിലും നിലപാടുകളുടെ കുഴപ്പമാണോ? സമയബന്ധിതമായി ഇപ്പം നമ്മൾ ഈ വർഷത്തെ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഏറ്റവും കാലക്കൂട്ടി തന്നെ പദ്ധതി എല്ലാ പരിപാടികളും പ്ലാൻ ചെയ്ത് ടെൻഡർ ക്ഷണിച്ചാൽ ഇപ്പോൾ ടെൻഡർ എടുക്കാൻ ആളുകൾ വരുന്നില്ല. അതിനുവെച്ചാൽ ആളുകൾ വരാത്തതുകൊണ്ട് ഇപ്പോൾ 2ാമത്തെ ടെൻഡർ ഇട്ടിരിക്കുക, 3ാമത്തെ ടെൻഡർ ഇട്ടിരിക്കുകയാണ്. വർക്കുകൾ ഏറ്റെടുത്ത് അവർ പിടിക്കുന്നതനുസരിച്ചിട്ട് ഇപ്പം നോക്കൂ, നമ്മുടെ പഞ്ചായത്തിൽ വിവിധ മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഫണ്ട്, റോഡ് ഫണ്ട് 45 ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചിട്ടുണ്ട് 3 റോഡുകൾക്കായിട്ട്. ആ ഫണ്ടിൻ്റെ ടാറിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ, അതുപോലെ മറ്റിതര ജോലികളൊക്കെ ചെയ്യാൻ തീരുമാനിക്കുമ്പോഴാണ് നിലച്ചിരിക്കാത്ത സമയത്ത് ഏപ്രിൽ മാസം, മെയ് മാസം 12-ാം തീയതി എനിക്ക് തോന്നുന്നത് മഴ തുടങ്ങിയിട്ട് ഇന്ന് വരെ ശമിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണോ? അതുപോലെ ഭൂതപ്പാണ്ടൻചിറയിലെ ജൈവ വൈവിധ്യ പാർക്ക് UDFിൻ്റെ കാലത്ത്, ഭരണസമിതിയുടെ കാലത്ത് അനുവദിച്ചതാ. 2019-20 അനുവദിച്ചതാണ്. എന്തുകൊണ്ട് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ചെയ്തില്ല? ഈ പഞ്ചായത്ത് വന്നതിന് ശേഷമാണ്. പഞ്ചായത്ത് ഫണ്ടല്ല, ഗവൺമെൻറ് ഫണ്ടല്ല, അത് ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ഫണ്ടാണ്. 5 ലക്ഷം രൂപ. ഈ 5 ലക്ഷം രൂപ ഉപയോഗിച്ച് ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ കൃഷി ഓഫീസറാണ്. ആ കൃഷി ഓഫീസർ ആ ഫണ്ടിൻ്റെ നിർവഹണ ചുമതല നിർവഹിച്ചു. അതിൽ അപാകത പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് നടത്തിയപ്പം അത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഈ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഭൂതപ്പാണ്ടൻചിറ അവിടെ വെള്ളം കയറുന്നതാണ്, അവിടെ കന്നുകാലികൾ മേയ്ക്കുന്നതാണ്. അതുകൊണ്ട് എന്താ ചെയ്തത്? നമ്മൾ ഇത്തവണ ചുറ്റുവേലി കെട്ടി സംരക്ഷിച്ച് ബന്ധപ്പെട്ട കോൺട്രാക്ടറോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. മഴ കുറഞ്ഞാൽ ഉടൻ തന്നെ വന്ന് അതിനാവശ്യമായ ബാക്കി പണികൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മാലിന്യ സംസ്കരണ രംഗത്ത് നമ്മൾ ഈ വാഹനം മേടിച്ചു. ഗവൺമെൻറ് ഉത്തരവാണ്. ഏത് ഗവൺമെൻറ്റിൻ്റെ ഏത് കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്ത് BJP ഭരിക്കുന്നുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്നുണ്ട്, എവിടെയാണ് ഇതുപോലെ ശുചിത്വ പ്രവർത്തനം നടത്തുന്നത്? ഈ ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമല്ലേ അത്? ഈ വണ്ടി മേടിക്കാൻ, ഇലക്ട്രിക് വണ്ടി മേടിക്കാൻ തീരുമാനിച്ചു. നമുക്ക് ടെൻഡറൊന്നും വിളിച്ച് മേടിക്കാൻ പറ്റത്തില്ല. എന്താ, ജെം എന്ന് പറയുന്ന പോർട്ടലിൽ നിന്നാണ് വണ്ടി മേടിക്കുന്നത്. അവിടുന്ന് വണ്ടി മേടിച്ചപ്പോൾ ഈ സാധനം നമ്മുടെ ഭൂമിശാസ്ത്രപരമായി കയറ്റവും കുന്നും ചെരുവുള്ളതാണ്, ഓടിക്കാൻ പറ്റത്തില്ല. അത് മനസ്സിലായി. ഇത് നമുക്ക് മാത്രമല്ല ഉള്ളത്. കോട്ടയം ജില്ലയിൽ, കേരളത്തിൽ വിവിധ പഞ്ചായത്ത്, കോട്ടയം ജില്ലയിൽ തന്നെ 17 പഞ്ചായത്തുകളിലുണ്ട്. ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമ്മൾ കമ്മിറ്റി, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നീഴൂർ പഞ്ചായത്തിൽ ജയിക്കുന്നത് വരെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉള്ളൂ. ഞങ്ങൾ ഒരു കാര്യത്തിൽ പോലും, ഒരു വിയോജനക്കുറിപ്പ് പോലും ഈ ഭരണസമിതി 4/20 ഇതുവരെ ഈ 59 മാസക്കാലം ഭരിക്കുമ്പോൾ ഒരു വിയോജനക്കുറിപ്പ് പോലും രേഖപ്പെടുത്താതെയാണ് ഈ നാട്ടിലാകെ ഈ വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ സ്കൂട്ടർ നമുക്കിത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് മന്ത്രിക്കടക്കം നിവേദനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പിന്നെ വെൽനസ് സെൻറ്റർ UDFിൻ്റെ കാലത്തല്ലേ തുടങ്ങിയത്. പ്രായോഗികമായി ചിന്തിക്കാതെ, പ്രായോഗികമായി അത് വേണമോ വേണ്ടയോ എന്ന് ചിന്തിക്കാതെ എവിടെ നിന്നെങ്കിലും കാശ് കിട്ടിയ 4 നിലയിൽ കെട്ടിടം പണിതിട്ട് അതിൽ പറ്റില്ലെന്ന് പറയുന്നത് എന്താ കാര്യം? പഞ്ചായത്ത് ഈ ഭരണസമിതി വന്നതിന് ശേഷം അവിടെ നമ്മൾ സബ് സെൻറ്റർ തുടങ്ങാൻ തീരുമാനിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 2 ലക്ഷം രൂപ വെച്ച് അതിന് സംവിധാനങ്ങൾ ഒരുക്കി. ഇപ്പം മാസത്തിൽ 1 പ്രാവശ്യം ഡോക്ടർ വന്ന് പരിശോധിച്ച്
അവിടെ ജീവിതശൈലി രോഗങ്ങൾ 1, 13, 14 വാർഡുകളിലെ ഉണ്ട് സാർ. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ചുരുക്കി പറയാം. ആയിക്കോട്ടെ, ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ അവിടെ ചെയ്തു വരിക. അതുപോലെ ബഡ് സ്കൂള് നിങ്ങളൊന്ന് നോക്കൂ. അവിടെ UDFന്റെ ഭരണകാലത്താണ് അവിടെ ഒരു കുളത്തിന്റെ കരികിൽ കൊണ്ട് ഒരു കെട്ടിടം പണിത്, ഒരു ടോയ്ലറ്റ് പോലും നിർമ്മിക്കാതെ. ഈ ഭരണസമിതി വന്നതിന് ശേഷം ആ കെട്ടിടത്തിന് ആ കുളത്തിന്റെ സൈഡ് കെട്ടി അതിന് ചുറ്റും വേലി നിർമ്മിച്ച് നല്ല ഭംഗിയായി ആധുനിക നിലവാരത്തിൽ അവർക്ക് കളിക്കാൻ സ്മാർട്ട് ക്ലാസ് റൂം അടക്കമായ പിന്നെ ടീച്ചറെ അടക്കം വെച്ചുകൊണ്ട് നല്ല നിലയിൽ പോവുക. 18 വിദ്യാർത്ഥികൾ. അടുത്ത പോയിന്റ് ഉണ്ടോ? ആയിക്കോട്ടെ, ഓക്കെ. നമുക്ക് ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. LDF പ്രതിനിധിയും UDFും പ്രസിഡന്റും ഒക്കെ പറഞ്ഞത് കേട്ടു. ഇപ്പം ഇതിൽ BJPക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്? LDF UDF ഇരുമുന്നണികൾ വർഷങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്താണിത്. ഇവിടുത്തെ അഴിമതിയുടെ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തത്തിൻ്റെ സമീപത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പിൽ ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ആ നിർമ്മാണ പ്രവർത്തനം ചെയ്ത ഭാഗങ്ങൾ അടർന്നു വീണ് ഭാഗ്യം കൊണ്ട് കുറച്ച് ആളുകൾ ജീവൻ നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടു. അങ്ങനെയുള്ള ഒരു പഞ്ചായത്തിലാണ് ഈ
തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ പോരാട്ടം പരിപാടി ദൃശ്യ ചാനൽ ഇത് തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം ആ അഴിമതി ലോകപ്രസിദ്ധമായതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇന്ന് എത്താത്ത ഒരു പഞ്ചായത്താണ്. LDF UDF മാറി മാറി ഭരിച്ചിട്ടും ഇവിടെ പല പദ്ധതികളെ പറ്റിയും പറയുന്ന കേട്ടു. ഇവിടെ പ്രതിപാദിച്ചതിൽ ഭൂതപ്പാണ്ടൻ ചിറയിൽ നടക്കുന്ന അവിടെ ഒരു പാർക്ക്, ജൈവ വൈവിധ്യ പാർക്ക്, 5 ലക്ഷം രൂപ മുടക്കിയാണ് അത് പണിത്. പക്ഷേ അവിടെ ഇപ്പോൾ പാർക്കിൻ്റേതായ യാതൊരു സാഹചര്യവുമില്ല. അവിടെ ഈ പാമ്പ് വളർത്തു കേന്ദ്രം എന്ന് വേണേൽ പറയാം, പള്ള പിടിച്ച് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ അവിടെ വെള്ളക്കെട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അവിടെ മണ്ണിട്ട് നികത്തി ഒരു പാരമ്പര്യമുള്ള പൈതൃകമുള്ള ഒരു പ്രദേശമാണ് ഈ ഭൂതപ്പാണ്ടൻ ചിറ. അതിൻ്റെ പിന്നിൽ ഒത്തിരി ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കുളം മണ്ണിട്ട് നികത്തി LDFൻ്റെ ഭരണകാലത്ത് മണ്ണിട്ട് നികത്തി ആ പാരമ്പര്യ തനിമയെല്ലാം നശിപ്പിച്ചുകൊണ്ട് അവിടെ IHRD കോളേജ് അവിടെ പണിയാൻ ഉള്ള സാഹചര്യമുണ്ടായി. അപ്പോൾ അവിടെ ആ IHRD കോളേജുകളോടൊപ്പം തന്നെ അവിടെ ആ കരഭൂമിയായിപ്പെട്ടിരിക്കുന്ന ആ ഭാഗങ്ങളിൽ തന്നെ ഈ ജൈവ വൈവിധ്യ പാർക്ക് നടത്തുവാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു കാരണം പറഞ്ഞ് അവിടെ വെള്ളക്കെട്ടാണ് എന്ന് പറഞ്ഞൊരു കാരണം പറഞ്ഞ് അത് മുട്ടാചുക്കുകയാണ്. പിന്നെ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റോഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഗ്രാമീണ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു റോഡുകൾ പോലും നമ്മുടെ ഈ പഞ്ചായത്തിലില്ല. അതുപോലെ തന്നെ ഈ നമ്മുടെ ഇപ്പോൾ പറഞ്ഞ സബ് സെൻ്ററിൻ്റെ കാര്യം, നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ കൂവേലി ഗവൺമെൻറ് ആശുപത്രിയുടെ സബ് സെൻ്ററായിട്ട് ഇവിടെ 3 വർഷം മുൻപ് കുട്ടിക്കോട്ടിച്ച് വലിയ ഉദ്ഘാടനമാകം നടത്തി 5 ലക്ഷം രൂപയോളം മുടക്കി. പക്ഷേ ജനങ്ങൾക്ക് അവിടെ യാതൊരു പ്രയോജനവും കിട്ടത്തക്ക രീതിയിലുള്ള ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. മാസത്തിൽ 2 പ്രാവശ്യം ഡോക്ടർ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ആരും ജനങ്ങൾ അറിയുന്നില്ല. ഇല്ല, ഡോക്ടർമാരില്ലേ? ഡോക്ടർമാർ ഇപ്പോൾ ഇവിടെ പോകുന്നത്, ഇവിടുത്തെ രോഗികൾ ഇവിടുന്ന് 100 രൂപ മുടക്കി ഓട്ടോറിക്ഷ വിളിച്ച് കൂവേലി ആശുപത്രിയിൽ പോയി അവിടുന്ന് വീണ്ടും വേറൊരു ഓട്ടോറിക്ഷ വിളിച്ച് 200 രൂപ മുടക്കി ഇപ്പം കൂവേലിയിൽ പോയാണ് അത്യാവശ്യ ചികിത്സകൾ നടത്തുന്നത്. ഈ പഞ്ചായത്തിൻ്റെ മധ്യഭാഗത്തൊരു ആശുപത്രിയോ അല്ലെങ്കിൽ ഒരു ആതുര സേവനകരമായിട്ടുള്ള ഒരു സംവിധാനവും ഇവിടെ ഇല്ല. അത് ഏറ്റവും വലിയൊരു പോരായ്മയാണ്. നമുക്കറിയാം, പഴയകാല സിനിമകളെയൊക്കെ കാണുന്ന ഒരു പ്രതീതിയാണ് ഈ ഞീഴൂർ പഞ്ചായത്ത്. ഈ ടൗണ് ഒരു വികസനവും എത്തിച്ചേരാത്ത ഒരു പഞ്ചായത്താണ്. വാഹന സൗകര്യമില്ല. അതുപോലെ തന്നെ ഒരു സർക്കാർ ഓഫീസുകളെന്ന് പറയാൻ ഒരു വില്ലേജും ഒരു പഞ്ചായത്തും മാത്രമാണ് ഇവിടുത്തെ ഒരു സർക്കാർ ഓഫീസ് എന്ന് പറയുന്നത്. ജനങ്ങൾ കൂടുതലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഇവിടുന്ന് പുറത്തേക്കാണ് പോകുന്നത്. ഇവിടെ തങ്ങുന്ന ആളുകൾക്ക് അവരുടെ നിത്യജീവിതത്തിനുള്ള സാഹചര്യങ്ങൾക്കുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ തെരുവ് നായ്ക്കളുടെ ശല്യം ഇവിടെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ കൂടിയിരിക്കുന്നത്. ഈ മാർക്കറ്റ് ഭാഗത്ത് ഒരു 7 മണി കഴിഞ്ഞാൽ ഇവിടെ ഒരു ജനസംഖ്യ പോലുമില്ല. ഇവിടെ മുഴുവൻ തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രമാണ്. അതിന് വേണ്ടി ഒരു കാര്യങ്ങളും ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയോ ഒന്നും ചെയ്യുന്നില്ല. അതിൻ്റെ ഈ കഴിഞ്ഞ ദിവസം തന്നെ പലരെയും പട്ടിയടി ഏൽക്കാതെ രക്ഷപ്പെട്ടത് നൂലിഴയ്ക്കാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും, അതുപോലെ വേസ്റ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും വേസ്റ്റ് പുറന്തള്ളുന്നതുകൊണ്ടാണ്, മാലിന്യം പുറന്തള്ളുന്നതുകൊണ്ടാണ് ഇതുപോലെ തെരുവ് നായ്ക്കളുടെ ശല്യം വർദ്ധിക്കുന്നത്. അങ്ങനെ ഓരോ മേഖല എടുത്തു കഴിഞ്ഞാലും ഇവിടെ പരാജയത്തിൻ്റെ കൂമ്പാരമാണ്. ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഏറ്റവും ഒരു പൗരാണികമായിട്ടുള്ള കുറേ മലകൾ ഉള്ള ഒരു പഞ്ചായത്താണത്. ഏറ്റവും തേവർത്തുമല എന്ന് പറയുന്നത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട തേവർത്തുമല, അതുപോലെ തന്നെ ഭൂതപ്പാണ്ടൻ ചിറ, കൊട്ടതട്ടിമല, വെള്ളാമ്പാറ മല, തേരോടിമല, കുരിയാശിമല, അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട മലകളുണ്ട്. ആ മലകൾ മുഴുവൻ നിരത്തി ഇവിടെ സമതലമാക്കുക എന്നുള്ളതാണ് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒരു അജണ്ട. ഓക്കെ പ്രസിഡന്റ്, ഇപ്പോൾ വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഭാഗം ഇടിഞ്ഞു വീണു. അപ്പോൾ BJP ആരോപിക്കുന്നത് അതിൻ്റെ നിർമ്മാണത്തിൽ അഴിമതിയുണ്ട്. എന്താണ് ശരിക്കും അത് സംഭവിച്ചത്? എന്താ കാരണം? എല്ലാവർക്കും അറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ ബോൺസ് ജോസഫ് അവറുകൾ അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ അനുവദിച്ചാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. MLAയുടെ ഫണ്ടാണ്. അത് ജില്ലാ പഞ്ചായത്ത് വഴിയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നുള്ളതും എല്ലാവർക്കും അറിയാം. അതിൻ്റെ എസ്റ്റിമേറ്റ് കാര്യങ്ങൾ എടുക്കാനുള്ള ഉത്തരവാദിത്തം ബ്ലോക്ക് പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് എസ്റ്റിമേറ്റ് എടുക്കുന്നത്. അതുപോലെ തന്നെ ടെൻഡർ നടപടികൾ നടത്തുന്നത് ജില്ലയുടെ നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ടെൻഡർ നടപടികളെല്ലാം നടത്തുക. അതുപോലെ തന്നെ അത് മോണിറ്ററിങ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ ബ്ലോക്കിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനാണ്. ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ പറഞ്ഞു, ആരോപണമായി പറഞ്ഞു, നമ്മുടെ ഈ പണികൾ പൂർത്തിയാക്കി
അതിൻ്റെ ഞങ്ങളിപ്പം എഞ്ചിനീയറിംഗ് വിഭാഗത്തിനോട് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് അവിടുത്തെ ആ ACP വർക്കുകൾ ചെയ്തതിലുള്ള അപാകതയാണെന്നാണ്. നമ്മൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ സാങ്കേതിക വിദ്യയൊന്നും നമുക്ക് അറിവില്ല. എഞ്ചിനീയറിംഗ് വിഭാഗമാണ് അത് നോക്കേണ്ടത്. നമ്മൾ അന്ന് തന്നെ അനൗദ്യോഗികമായാണെങ്കിലും ശരി, അന്നേരം തന്നെ നമ്മളെല്ലാവരും ഭരണസമിതി കമ്മിറ്റി കൂടി ഔദ്യോഗികമായി അടുത്ത ദിവസം തന്നെ കമ്മിറ്റി കൂടുകയും ബന്ധപ്പെട്ട മന്ത്രിക്ക് വരെ നമ്മൾ അതിൻ്റെ എന്താണ് കാരണക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ കത്ത് കൊടുത്തിട്ടുള്ളതുമാണ്. നമുക്കറിയാൻ സാധിച്ചത് അതിന് അതിന് അനുവദിച്ചിരിക്കുന്ന ഫണ്ടുകളൊന്നും തന്നെ കോൺട്രാക്ടർക്ക് ലഭിച്ചിട്ടില്ല. റെസിറ്റ് ഒന്നും പാസ്സായി പോയിട്ടില്ല എന്നറിയാൻ സാധിച്ചു. പിന്നെ 25 ലക്ഷം എന്നുള്ളത് ആ ഇടിഞ്ഞു വീണ ഭാഗത്തിന് മാത്രമല്ല, അകത്ത് കുറച്ച് നമ്മുടെ ടൈലുകളെല്ലാം മാറ്റി, അതുപോലെ തന്നെ സ്റ്റേജിൻ്റെ വർക്കുകൾ അത് ഉൾപ്പെടെയുള്ളതാണ് ഈ 25 ലക്ഷം. പിന്നെ നമുക്കറിയാം 25 ലക്ഷം എന്ന് പറഞ്ഞാൽ GST കഴിഞ്ഞിട്ട് 20 ലക്ഷത്തി സംതിങ് അത്ര രൂപയാണ് ഉള്ളത്. നമുക്കാർക്കും അതിനകത്ത് ഒരു ഞങ്ങളുടെ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് യാതൊരു, അത് ഞാൻ പറഞ്ഞില്ലേ, ഭരണപക്ഷം പ്രതിപക്ഷം ഉൾപ്പെടെ ആരും ഒരു അഴിമതി സബ് സെന്ററിന്റെ കാര്യം പറഞ്ഞു, അത് പ്രയോജനപ്പെടുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സബ് സെന്ററിൽ ഇപ്പോൾ എവിടെ രോഗികളൊക്കെ ഇവിടെ 100 രൂപ ചിലവാക്കിയിട്ട് പോകുന്നത്, അതെന്തുകൊണ്ടാണ് പറഞ്ഞത്? അതിന്റെ മറുപടി പറയാം. സബ് സെന്ററുകളുടെ കാര്യം പറഞ്ഞില്ല. ഇപ്പോൾ വയോജന കേന്ദ്രമായി നേരത്തെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട, അതായത് പകൽ വീട്, വയോജനങ്ങൾക്ക് പ്രയോജനകരമായ പകൽ വീട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട കാര്യം ഇവിടെ പറയുകയുണ്ടായി. അത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അത് തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ട് പോകാൻ വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളതുകൊണ്ടാവണം ഞങ്ങൾ ഭരണസമിതി ഏർക്കുന്നതിന് മുൻപ് 1 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളാണ്. അത് ഒരു ഉപയോഗവും ഇല്ലാതെ കിടന്നിരുന്ന അവസരത്തിലാണ് നമ്മുടെ ഈ ടൗൺ കേന്ദ്രീകരിച്ചുള്ള സാധാരണ ജനങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് ലഭിക്കത്തക്ക വിധം, അതായത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 100 രൂപ മുടക്കിയൊന്നും നമുക്ക് കൂവേലി ആശുപത്രിയിൽ പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് അവർക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് നമ്മൾ അവിടെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് വിതരണത്തിന് മാസത്തിൽ 1 ദിവസം ഡോക്ടർ ഉൾപ്പെടെ വരുന്നതാണ്. പിന്നെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ വരേണ്ടതില്ല. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ എല്ലാ സബ് സെൻ്ററുകളിലും ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് വിതരണമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ 5, 6, 7 വാർഡുകളിലെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് വിതരണം വടക്കേ നിരപ്പിലാണ് നടത്തുന്നത്. അതുപോലെ മരങ്ങോലി 1, 2 വാർഡുകളിലേക്കുള്ള മരങ്ങോലി സബ് സെൻ്ററിൽ എല്ലാ സബ് സെൻ്റർ വഴിയും മരുന്ന് വിതരണമുണ്ട്. ഇവിടെ ഈ നമ്മുടെ ടൗണിലുള്ള സബ് സെൻ്ററുകളിൽ ഈ പ്രദേശത്തുള്ള മാത്രം ആൾക്കാർക്കാണ്. അത് നമ്മുടെ ആശാവർക്കർമാർ മുതൽ ഡോക്ടർമാർ വരെ മുൻകൈ എടുത്ത് അവർ ലിസ്റ്റ് ഉണ്ടാക്കി തന്നെയാണ് മരുന്ന് വിതരണം നടത്തുക. ഓക്കെ, നമുക്ക് ഈ ചർച്ചയിൽ പൊതുജനങ്ങൾക്കാണ് കൂടുതൽ പങ്കാളിത്തം നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് അവരുടെ ചോദ്യങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് അതിന് മറുപടി പറഞ്ഞു പോകാം. ആ മൈക്ക് ഒന്ന് കൊടുക്കുക. ആർക്കാണ് ചോദിക്കേണ്ടത്? ചോദ്യം ആരോടാണെന്ന് പറയാം, ചോദിക്കാം. ചോദ്യം മൊത്തത്തിൽ ഞാൻ പറയാം. ചോദ്യം നമ്പർ 1. ഇവിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ CPM-ന്റെ നേതാവ് ശ്രീ ദാസേട്ടൻ ഇവിടെ പറയുകയുണ്ടായി, ഇതുവരെ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് ഇന്ന് വരെ വിയോജനക്കുറിപ്പ് എഴുതിയിട്ടില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് മണ്ഡലം പ്രസിഡന്റ് ചെറിയാൻ KC ജോസഫിനോട് ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ വിയോജനക്കുറിപ്പ് എഴുതാതിരുന്നത്? അവർ അഴിമതി നടത്തിയെന്ന് നിങ്ങൾ പറയുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാർ അനുകൂലിച്ചുകൊണ്ട് ഒരു വിയോജനക്കുറിപ്പ് പോലും എഴുതാതെ ഐക്യകണ്ഠേന പാസ്സാക്കുന്ന പ്രവണതയാണ് ഇവിടെ ഞീഴൂർ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അഴിമതിയുടെ വീതം വെപ്പാണോ? 2 ഇവിടുത്തെ ഈ മാർക്കറ്റിന്റെ ഇത് ഇടിഞ്ഞു വീണപ്പോൾ അഡ്വക്കേറ്റ് മോൻസി ജോസഫ് UDF-ന്റെ നേതാവ് കടുത്തുരുത്തിയുടെ MLA അഡ്വക്കേറ്റ് മോൻസി ജോസഫ് ഇവിടെ വന്ന് പറയുകയുണ്ടായി, ഇത് ഞങ്ങളുടെ വീഴ്ചയല്ല, MLA-യുടെ വീഴ്ചയല്ല, ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന, ഇപ്പൊ മിനിറ്റ്സ് ഉണ്ട്, ആ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഐക്യകണ്ഠേന അവർ പറയുകയാണ്, പഞ്ചായത്ത് ഭരണസമിതി പറയുകയാണ്, ഇതിനകത്ത് കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. ഇവിടെ ഭരിക്കുന്ന കോൺഗ്രസ് പറയുന്നു, MLA പറയുന്നു അതിൽ അഴിമതിയില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ പറയുന്നു, അവിടുത്തെ കോൺഗ്രസിന്റെ മെമ്പർമാർ വരെ അവർ പറയുകയാണ്, ഇതിനകത്ത് യാതൊരു കുഴപ്പവുമില്ല, ഉദ്യോഗസ്ഥർക്കെതിരെ കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കണം. പൊതുജനത്തെ ഒന്നാണ് ചോദിക്കാനുള്ളത്, ആരാണ് ഈ കുറ്റക്കാര്? നിങ്ങൾ മറുപടി പറയണം. ഓക്കെ, ആദ്യം UDF-ന്റെ പ്രതിനിധി പറയട്ടെ. ഇത് വിയോജന കുറിപ്പൊന്നും രേഖപ്പെടുത്തുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ
ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile, Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നാൽ അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ഒന്നിച്ചാണ് ഭരണം നടത്തുന്നത്. ഇപ്പം നമ്മളിവിടെ ഒരു പദ്ധതി വെക്കുന്നു, അതിനൊരു വിയോജനക്കുറിപ്പ് എഴുതേണ്ട കാര്യമില്ല. പദ്ധതി ചെലവഴിക്കാത്ത വിഷയം കഴിഞ്ഞിട്ട് അതിനെന്താ വിയോജനക്കുറിപ്പ് എഴുതുന്നത്? വിയോജനക്കുറിപ്പ് എഴുതി ഞങ്ങൾ തകർക്കാനൊന്നും പോയില്ല. പക്ഷേ അല്ലാതെ തന്നെ 2-2.5 കോടി ഇവിടെ ചെലവഴിക്കാതെ മാക്കി കിടക്കുക. ഞങ്ങളിവിടെ അഴിമതിയുടെ കാര്യം ഉന്നയിച്ചില്ല. ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് എല്ലാവിധ സപ്പോർട്ടും ചെയ്തു കൊടുത്തു. ഇപ്പോൾ AP ദേവദാസ് പറയുകയുണ്ടായി, UDFൻ്റെ കാലത്തൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയുണ്ടായി. പഞ്ചായത്ത് രാജ് നിയമം ഈ രാജ്യത്ത് പാസ്സാക്കാൻ വേണ്ടി രാജീവ് ഗാന്ധി കൊണ്ടുവന്നപ്പോൾ അതിനെ രാജ്യസഭയെ തകർത്തത് ആരൊക്കെ കൂടിയാണ് എന്നുള്ള കാര്യം ചരിത്രത്തിലുണ്ടല്ലോ. അതിനുശേഷം നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ 91 ഗവൺമെൻറ്റാണ് അത് ഈ രാജ്യത്ത് നടപ്പാക്കി. കേരളത്തിൽ നടപ്പാക്കിയത് K. കരുണാകരൻ 95 ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്, അദ്ദേഹമാണ് അത് കേരളത്തിൽ പാസ്സാക്കിയത്. അങ്ങനെയാണ് കേരളത്തിൽ ഇന്ത്യയിൽ നടപ്പാക്കി. ഇപ്പോൾ എതിർത്തവരാണ് പഞ്ചായത്ത് രാജിനെക്കുറിച്ച് പറയുന്നത്. നമുക്കറിയാം, പഞ്ചായത്ത് രാജ് നിയമം രാജ്യത്തുണ്ടായ ശേഷം ജനകീയാസൂത്രണ പദ്ധതിയും പിന്നെ പഞ്ചായത്തുകൾക്ക് കൊടുക്കാൻ തുടങ്ങിയ ശേഷമാണ് പഞ്ചായത്തിൽ വികസന പ്രവർത്തനം നടന്നിട്ടുള്ളത്. എനിക്ക് KP ദേവദാസിനോട് മുഴുവൻ വികസനത്തെക്കുറിച്ചും പറയാനൊന്നുമില്ല. ഞാൻ ബാക്കി 11ാം വാർഡിലാണ് അദ്ദേഹം ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ളത്. ഞാൻ 2 പ്രാവശ്യം ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു MCFന് വേണ്ടി പഞ്ചായത്തിൽ നിന്ന് 11,14,000 രൂപ മുടക്കിയിട്ടുണ്ട്. അതിനു മുമ്പ് അതിൻ്റെ കിഴക്കും പടിഞ്ഞാറ് ഓരോ കെട്ടിലുണ്ട്. പഞ്ചായത്തിൽ നിന്ന് ഒരു പൈസ മുടക്കാതെ നല്ല ഒന്നാന്തരമായിട്ട് ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഇപ്പുറത്ത് നടുക്ക് അപ്പുറം ഇപ്പുറം കൂടെ ഷീറ്റിട്ടല്ലേ ഈ പൈസ ആയിട്ടുള്ളത്.
അംഗനവാടികൾ, അവിടെ 2 അംഗനവാടി ഉണ്ടായിരുന്നു. അതിൽ പിന്നെ ഇപ്പം 2 കെട്ടിടമുണ്ട്. ഒരെണ്ണത്തിന് ഞാൻ വരുന്നതിന് മുമ്പ് കെട്ടിടം ഉണ്ടായിരുന്നു. അത് മനോഹരമായി അത് നല്ല നിലയിലാക്കിയിട്ടുണ്ട്. 3 കുടിവെള്ള പദ്ധതി ആ വാർഡുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പിന്നെ 4 കുടിവെള്ള പദ്ധതിയുണ്ട്. ചെറുനിരപ്പ് കുടിവെള്ള പദ്ധതി, ലക്ഷം വീട് കുടിവെള്ള പദ്ധതി, അമ്പാറമല കുടിവെള്ള പദ്ധതി, കാട്ടാമ്പാക്ക് കുടിവെള്ള പദ്ധതി. ഈ 4 കുടിവെള്ള പദ്ധതിയിൽ നിന്നും ആ വാർഡിലേക്ക് വെള്ളം കിട്ടുന്നുണ്ട്. ഈ 4 പദ്ധതി ഉണ്ടാക്കിയത് UDFിൻ്റെ കാലത്താണ്. നിങ്ങൾ ഏതെങ്കിലും പദ്ധതി ഈ പഞ്ചായത്ത് ഭരണസമിതി ഈ 5 വർഷം കൊണ്ട് ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങളെ കൊണ്ടുണ്ടാക്കാൻ പറ്റില്ല. റോഡുകൾ പുതിയത് വെട്ടി, അവിടെ വെട്ടി, ഒരു റോഡെങ്കിലും വെട്ടിയിട്ടുണ്ടോ? അത് മുഴുവൻ ടാർ ചെയ്ത് തീർക്കാൻ പോലും 5 വർഷം കൊണ്ട് പറ്റിയിട്ടില്ല. അവിടെ 50 വർഷത്തോളമായ ലക്ഷം വീട്, ഇരട്ട വീടുകൾ, ഡ്യൂഫ്ലെക്സ് വീടുകളായിരുന്നു ആ നീഴൂർ പഞ്ചായത്തിലാകെ, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ അപൂർവമായിട്ടുള്ള ഒറ്റ ഭിത്തിക്കപ്പുറത്തോട്ട് 2 വീടുകളുണ്ടായിരുന്നു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് അത് ഒറ്റ വീടുകളാക്കി മാറ്റിയെടുത്തത്. UDF ഭരണസമിതിയുടെ കാലത്താണ് ആക്കിയെടുത്തത്. ഞാൻ ആ ഒരു വാർഡിലെ മാത്രം കാര്യങ്ങളാണ് പറഞ്ഞത്. സംസ്ഥാന സർക്കാരിന്റെ അത് പഞ്ചായത്ത് ഫണ്ടുകൾ ഉണ്ടാക്കിയതാണ്. അല്ലല്ല, നീഴൂർ പഞ്ചായത്തിന്റെ പദ്ധതി അല്ലാതെ MLന്റെ പേരിലുള്ള ലക്ഷം വീട് പദ്ധതി, ഇരട്ട വീടുകൾ ഒറ്റ വീടുകളാക്കുവാൻ തീരുമാനിച്ചത് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമാണ്. അത് നീഴൂർ പഞ്ചായത്തിന്റെ പേരിൽ അങ്ങനെ പറഞ്ഞു പോകരുത്. ഇവിടെ ഒരു ഈവണ്ടിയുടെ കാര്യം പറഞ്ഞു, മാലിന്യമുക്ത കേരളവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീരേഖ മണിലാൽ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു പാലിയേറ്റീവുമായി ബന്ധപ്പെട്ടൊരു ആംബുലൻസ് സർവീസ് ഉണ്ടായിരുന്നു നീഴൂർ പഞ്ചായത്തിൽ. അത് ശ്രീരേഖ മണിലാലിന്റെ വീട്ടിൽ കൊണ്ട് പൊതിഞ്ഞു മൂടിയിട്ട കാലഘട്ടവും ഈ നീഴൂർ പഞ്ചായത്തിലെ ആളുകൾ കണ്ടതാണ്. അതുപോലെ തന്നെ അവസരം കിട്ടിയപ്പോൾ ഒരു കാര്യം കൂടി പറയാം. ശ്രീമാൻ രാജേഷ്, എൻ്റെ ബഹുമാനായ സുഹൃത്ത്, പറഞ്ഞു ഇവിടെ ഈ ആരോഗ്യ മേഖലയിലെ വിഷയങ്ങൾ. എൻ്റെ പൊന്നു രാജേഷ്, 23 പിഞ്ചു കുഞ്ഞുങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്നും ഇന്നുമായി മരിച്ചു വീണ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് കപ്പ് സിറപ്പ് കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ഇവിടെ ഓട്ടോറിക്ഷ വിളിച്ച് അപ്പുറത്തെ സബ്സ്റ്റേഷനിൽ പോകാനൊരു അവസരമുണ്ട്. ഓട്ടോറിക്ഷ വിളിക്കാനും അതിനുകൊണ്ട് സാമ്പത്തികം കൊടുക്കുവാനുമുള്ള മുതൽ അതിന് ജീവിക്കാനുള്ള സംവിധാനമുള്ള സംസ്ഥാനമാണ് കേരളം. നീഴൂരത്തെ ആളുകൾ അതിനുള്ള ആളില്ല, അതിനുള്ള സംവിധാനം മറ്റ് ഇതര സംസ്ഥാനങ്ങളില്ല. സ്വന്തം ഭാര്യ മരിച്ച ശവശരീരം സൈക്കിളെ വെച്ച് കെട്ടി 4 കിലോമീറ്റർ തള്ളിക്കൊണ്ട് പോയ ഭർത്താക്കന്മാർ, ഹതഭാഗ്യരായ ഭർത്താക്കന്മാരുള്ള രാജ്യത്തിൻ്റെ ഭാഗമാണ് കേരളം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ആരോഗ്യ മേഖലയെ പറ്റി 3 ടയർ സംവിധാനം ഈ ഇന്ത്യ മഹാരാജ്യത്ത് വേറൊരു സ്ഥലത്തും 3 ടയർ സംവിധാനമുള്ള ഒരു ആരോഗ്യ മേഖലയില്ല. അപ്പോൾ അതിനൊന്നും നമ്മൾ കുറ്റം പറഞ്ഞു പോകരുത്. 2 കിലോമീറ്റർ അപ്പുറമുള്ള കൂവേലി ആശുപത്രി പോകാൻ പാടില്ല എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ആരോഗ്യ മേഖലകളെ തകർക്കാൻ ശ്രമിക്കുന്നത്, ഇവിടുത്തെ ആരോഗ്യ മേഖലകളെല്ലാം സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് വൻകിട കോർപ്പറേറ്റുകൾക്ക് വിദേശ മൂലധനം ഉൾപ്പെടെയുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ തകർക്കുവാനുള്ള ഒരു ഗൂഢശ്രമം നടക്കുന്നത്. അപ്പോൾ രാജേഷ് ഇരിക്കുന്ന കസേരയും മഹത്വവും സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ നിലപാടും അറിഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നല്ലതായിരിക്കും. അല്ലാതെ സുരേഷ് പറഞ്ഞ ഒരു കാര്യത്തിന് MN ലക്ഷം വീട് ഉണ്ടാക്കിയത് MN ഗോവിന്ദൻ നായർ കേരളത്തിൽ ഭവനമന്ത്രിയായിരുന്ന കാലത്താണ്. അത് 2 ആക്കിയത് കഴിഞ്ഞ ഭരണസമിതിയുടെ സജിമോൾ ജോസഫ് പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയത്ത് 2 ലക്ഷം രൂപ അത് നല്ല പങ്ക് കൊടുത്ത് ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കൂടെ കൊടുത്ത ഭവന പദ്ധതിയായിട്ട് വെക്കുകയും പിന്നെ തീരാത്ത പദ്ധതിക്ക് ജനങ്ങളുടെ സഹായം ഉണ്ടാകുകയും കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി വരെ 6 ലക്ഷം രൂപ പദ്ധതിക്ക് കൊടുത്താണ് അത് ഒരുവിധം പൂർത്തീകരിച്ചിട്ടുള്ളത്. അല്ല ഗവൺമെൻറ് പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല, പിന്നെ സർക്കാരില്ല ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ചെയ്ത് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് ഉണ്ട്, കേന്ദ്ര ഗവൺമെൻറ് ചെയ്ത് കാര്യമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്, നമ്മുടെ നികുതി പണം കൊണ്ടല്ലേ പ്രവർത്തിക്കണേ. പിന്നെ ഇവിടെ കുട്ടി എവിടെ മരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു കൈ ഒടിഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് ആ കൊച്ചിൻ്റെ കൈ മുറിച്ച് കളയുന്ന കേരളമാണ് ഈ 2025 നിൽക്കുന്നുള്ള കാര്യം കൂടെ സുരേഷ് ഓർത്തിരുന്നതെന്നാണ്. അമീബിക്ക് മധ്യസ്ഥ ജ്വരം എന്ന് പറയുന്ന അസുഖം ഇന്ത്യയിൽ വേറൊരു സ്ഥലത്തും ഇല്ല. ഇപ്പൊ മൂക്കിൽ മുങ്ങി ഒരു മനുഷ്യൻ ഇവിടെ ഒരു വെള്ളത്തിൽ കുളിക്കാൻ പിന്നെ മൂക്ക് കഴുകാൻ പോലും പേടിയുള്ള സംസ്ഥാനമായി കേരളം മാറ്റിയെടുത്തത് ആരാണെന്ന് കൂടെ ഈ അവസരത്തിൽ ചിന്തിച്ചാലാണ്. നമുക്ക് ദേവദാസിലേക്ക് പോവാം. ഇവിടെ UDF വ്യക്തിപരമായിട്ടും കുറച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ മറുപടി പറഞ്ഞിട്ട് നമുക്ക് പോകാം. ഓക്കെ, നമ്മൾ 11ാം വാർഡ് എൻ്റെ വാർഡാണ്. 11ാം വാർഡിൽ നിങ്ങൾ പരിശോധിക്കുക, കിണർ കുത്തിയത് അടിവശം കോൺക്രീറ്റ് ഇട്ട് കുത്തിയ കിണറും 11ാം വാർഡിലുണ്ട് എന്നുള്ള കാര്യവും കൂടി ഞാനിവിടെ രേഖപ്പെടുത്തുക. ഞാൻ കാണിച്ചു തരാൻ നീ എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാന്നേ. 11ാം വാർഡിലെ കിണർ കുത്തിയിരിക്കുന്നത് ഇത്രയും കിണറൊക്കെ അല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഈ ഒരു കിണറോ കുടിവെള്ളം കൊടുത്തതൊന്നും ഈ നാട്ടിൽ കൊടുത്തോണ്ടിരിക്കുകയെന്നേ. ഇപ്പം കിണർ വെള്ളമൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കേന്ദ്ര ഗവൺമെൻറ്റും ജലജീവൻ മിഷനും സംസ്ഥാന ഗവൺമെൻറ് 50%, 35%, 15% പഞ്ചായത്തും എടുത്തിട്ട് ഈ നാട്ടിൽ മുഴുവൻ പൈപ്പ് ലൈനിൽ കൂടി ശുദ്ധമായ കുടിവെള്ളം കൊടുക്കുകയാണ്. അപ്പോഴാണ് ഈ പഴയ കാലത്ത് കുത്തിയ കിണറിൻ്റെ കാര്യം പറയുന്നത്. പഴയ കാലത്ത് കുത്തിയ കിണറിൻ്റെ കാര്യമാണ്, ഒരു കിണറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അടിവശം കോൺക്രീറ്റ് ചെയ്ത ഒരു കിണർ അവിടെ ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. നോക്കൂ,
എൻ്റെ വാർഡിൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക റോഡ് ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ മുടക്കി 2 റോഡുകൾ അവിടെ ടെൻഡർ വിളിച്ച് പണിയാൻ കിടക്കുക. മഴയായതുമാണ്. അമ്പാറ മലയിൽ 2 ലക്ഷം രൂപ മുടക്കി കോൺക്രീറ്റ് അത് ടാർ ചെയ്യാൻ കിടക്കുകയാണ്. പണി തുടങ്ങിയതാണ്, മഴയായതുകൊണ്ടാണ് അത് നടക്കാൻ പറ്റാത്തത്. അതുപോലെ തന്നെ ഞാൻ എല്ലാവരും യോജിച്ചാണ് പഞ്ചായത്തിൻ്റെ ഭരണകാര്യങ്ങളെല്ലാം പോയിട്ടുള്ളത്. അത് ഞാൻ ദുരുദ്ദേശപരമായി പറഞ്ഞൊന്നുമല്ല. ഞങ്ങളെല്ലാവരും പഞ്ചായത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ ഒന്നിച്ചായി ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, പ്രിയപ്പെട്ട രാജേഷ്, ഇവിടെ പ്രതിമകൾ, കോടിക്കണക്കിന് രൂപയുടെ പ്രതിമകൾ തകർന്നു വീണ്, വോട്ട് കോഴ, ഇലക്ട്രൽ ബോണ്ട് കോഴ, രാജ്യം കണ്ട ഏറ്റവും വലിയ കോഴകൾ ഈ രാജ്യത്ത് നടത്തിയ പാർട്ടിയുടെ നേതാവാണ് പറയുന്നത് ഞീഴൂർ പഞ്ചായത്ത് വലിയ അഴിമതിയാണെന്ന്. ഈ ഞീഴൂർ പഞ്ചായത്തിലെ പ്രിയപ്പെട്ട ജനങ്ങളോട് ഞങ്ങൾ വെല്ലുവിളിച്ച് പറയുകയാണ്, ഏതെങ്കിലും കാര്യത്തിൽ ഒരു നയാ പൈസയുടെ അഴിമതി ഇവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ. ഇവിടെ എന്താ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പഴയതുപോലെ തൊമ്മ നീ ഈ റോഡ് ചെയ്തോ, ചാക്കോ നീ ഈ റോഡ് ചെയ്തോ, ശങ്കര ഈ റോഡ് ചെയ്തോ എന്ന് പറയുകയല്ല. ഇലക്ട്രോണിക് ടെൻഡർ മുഖാന്തരമാണ് കോൺട്രാക്ടർമാരെ തിരഞ്ഞെടുക്കുന്നത്. അതിൽ ഏറ്റവും കുറഞ്ഞ ടെൻഡർ ചെയ്യുന്ന ആൾക്ക് പണി കൊടുക്കും, അവരുടെ അക്കൗണ്ടിലേക്കാണ് പൈസ പോകുന്നത്, അല്ലാണ്ട് കാശ് കൊടുക്കും നേരിട്ട് കൊടുക്കുകയല്ല. ഇതൊക്കെ പരിശോധിച്ച് നിങ്ങൾ ചെയ്തോ. ഏത് കാര്യത്തിൽ ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹാൾ കൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, കമ്മ്യൂണിറ്റി ഹാൾ എന്താണ്? കമ്മ്യൂണിറ്റി ഹാളിന് എന്താണ് പഞ്ചായത്തിന് ഉത്തരവാദിത്വം? അങ്ങനെ പഞ്ചായത്തിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ LDF UDF ചേർന്ന് ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിക്ക്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട MLAക്ക്, അതുപോലെ തന്നെ കളക്ടർക്ക് അടക്കമുള്ള ആളുകൾക്ക് നമ്മൾ മറ്റ് തീരുമാനമെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നയാ പൈസ ഇതുവരെ കോൺട്രാക്ടർക്ക് കൊടുത്തിട്ടില്ല. 25 ലക്ഷം രൂപയുടെ വർക്ക് MLA അനുവദിച്ചു. 21,11,000 രൂപയ്ക്കാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. അതിൽ ജില്ലാ പഞ്ചായത്താണ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചത്. അത് ടെൻഡർ എടുത്തത് പെരുവക്കാരനൊരു കോൺട്രാക്ടറാണ്. അയാൾ പണി പൂർത്തീകരിച്ച് ആദ്യത്തെ ദിവസം ഇതൊക്കെ ഇങ്ങനെ വന്നുപോയി. എന്ത് ചെയ്യാം? പക്ഷേ ഇപ്പം കണ്ടോ, ബന്ധപ്പെട്ട വകുപ്പുകൾ, ബന്ധപ്പെട്ട ജില്ലാ പഞ്ചായത്തും ബ്ലോക്കിന്റെ ഡിപ്പാർട്ട്മെന്റുകാർ വന്ന് പരിശോധിച്ച് അടിയന്തരമായി അത് പണി പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ രാജേഷ്, ഇപ്പൊ ഇവിടെയും ഒരു ആരോപണം വന്നു. ഞാനത് കൂടുതൽ കാട് കയറി പോകണ്ട, നമുക്ക് പ്രാദേശികമായ ചർച്ച മതി എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. എന്നാലും ചുരുക്കി പറയാം മറുപടി. ഇവിടുത്തെ എൻ്റെ സുഹൃത്തു കൂടിയായ സുരേഷ് ചേട്ടൻ ഇവിടെ ഉന്നയിച്ച കാര്യം, രോഗികളുടെ കാര്യം, നമ്മുടെ ഞീഴൂർ ഉള്ള രോഗികളുടെ കാര്യമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ദൃശ്യ ചാനൽ ഉദ്ദേശിച്ചു അത് തന്നെയായിരിക്കും, ഞീഴൂർ പഞ്ചായത്തിലെ വിഷയങ്ങളായിരിക്കും. വടക്കേ ഇന്ത്യയിലെ ശവമഞ്ചത്തിൽ ചുമഞ്ഞുകൊണ്ട് പോയ കാര്യങ്ങൾ ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പിന്നെ ദാസേട്ടൻ ഇവിടെ പറഞ്ഞത് ഇവിടുത്തെ അഴിമതി, ഏറ്റവും വലിയ അഴിമതി നടത്തിയ പഞ്ചായത്ത് പാർട്ടിയാണ് BJP എന്നൊക്കെ. പക്ഷേ UPA സർക്കാർ ഇടതും വലതും ഒന്നിച്ച് ഭരിച്ച കാലത്ത് 1 ലക്ഷം കോടി രൂപയുടെ വരെ അഴിമതി നടത്തിയ ഒരു ഭരണസമിതിയായിരുന്നു. ഈ നരേന്ദ്രമോദിജിയുടെ ഭരണകാലത്ത് ഏതെങ്കിലും ഒരു പത്രത്തിൽ, ഏതെങ്കിലും ഒരു മൂലയിലെങ്കിലും അഴിമതിയുടെ കഥ നിങ്ങൾക്ക് ഒരു വാർത്ത കാണിക്കാൻ പറ്റുമോ? അഴിമതിയുടെ അല്ല, വികസനത്തിൻ്റെ ഒരു പേജ്, വികസനത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു പേജല്ല, ഒരു പത്രത്തിൻ്റെ 10 പേജ് 20 പേജ് പോലും തികയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ കണ്ണടച്ച് ഇല്ലാതെയാക്കി എന്ന് പറയുന്നത് അത് മുട്ടായുക്തിയാണ്. അത് നിങ്ങളുടെ കയ്യിൽ ഇരുന്നാൽ മതി, ഇവിടെ വില പോയി. നമുക്ക് ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ സുരേഷ് ഇവിടെ ഒരു ആരോപണം പറഞ്ഞു. അതായത് ഞീഴൂർ പഞ്ചായത്തിൻ്റെ ആംബുലൻസ് വാങ്ങുന്നത് സക്രിയാസ് കുതിരവേലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും എൻ്റെ വൈഫ് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ആ ആംബുലൻസ് മേടിച്ചതിന് ശേഷം ഒരു ദിവസം പോലും കട്ടപ്പുറത്തിരുന്നിട്ടില്ല. അതെൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടു, കട്ടപ്പുറത്ത് കൊണ്ടുപോയിട്ടു എന്ന് സുരേഷ് പറയുന്നുണ്ടെങ്കിൽ അതിന് ക്ഷമ പറയേണ്ടതാണ്. അതിൻ്റെ ഉത്തരവാദി അതിന്റെ ഉത്തരം ശ്രീ വൈസ് പ്രസിഡന്റും പറയണം, അതുപോലെ തന്നെ പ്രസിഡന്റും പറയണം. എന്നാണ് ഈ ആംബുലൻസ് കേടായതെന്നും അത് വീട്ടിൽ കൊണ്ടുപോയിട്ടെന്നും. അപ്പൊ അസത്യങ്ങൾ വെറുതെ വിളിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ അടിസ്ഥാനം വേണം. അടിസ്ഥാനം ഇല്ലാതെ ഇവിടെ പല കാര്യങ്ങളും വിളിച്ചു പറയുന്നത് നമുക്കറിയാവുന്നതാണ്. അതിലൊന്നും ഞാൻ മറുപടി പറയാൻ പോകുന്നില്ല. പക്ഷേ ഈ കാര്യത്തിന് എന്നാണ് ഇതിങ്ങനെ കൊണ്ടുപോയിട്ടത് എന്ന് സൂചിപ്പിക്കണം. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു ഈ പഞ്ചായത്ത് ഉണ്ടായപ്പോൾ മുതൽ UDF ഭരിച്ചത് കൂടെ 1989 മുതൽ മാത്രമേ ഈ പഞ്ചായത്ത് രാഷ്ട്രീയപരമായ ഒരു ഭരണം വന്നിട്ടുള്ളൂ. അന്ന് മുതൽ ഞാൻ ഈ പഞ്ചായത്തിൽ മെമ്പറായിരുന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നടന്ന വികസനത്തെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്കറിയാം. അതുപോലെ തന്നെ
തിരുവാമ്പാടി ലക്ഷം വീട് കോളനി ലക്ഷം വീട് കോളനിയാണ് എമ്മൻ്റെ മന്ത്രിയായിരുന്ന കാലത്ത് ഉണ്ടാക്കിയതാണെങ്കിലും അത് നശിച്ചു പോയിട്ട് കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞാൻ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്താണ് അത് പുതുക്കിപ്പണിയാൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് ശ്രീമതി മേരി സെബാസ്റ്റ്യൻ 45 ലക്ഷം രൂപ ആദ്യം തരികയും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ സ്വന്തം ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപയും വെച്ചുകൊണ്ട് ആ പണി ആരംഭിക്കുകയും അതിനുശേഷം പോരായിക വന്ന പൈസ കൂടി പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും കൂടി എടുത്താണ് ആ പണികൾ പൂർത്തിയാക്കിയത്. അത് മുഴുവൻ പഞ്ചായത്തിൻ്റെ തന്നെയായിട്ടാണ് ആ പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. അതുപോലെ ഈ പഞ്ചായത്തിലേക്ക് നടന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒട്ടേറെ കാര്യങ്ങൾ ഈ പഞ്ചായത്തിന് ISO സർട്ടിഫിക്കറ്റ് മേടിച്ചതുൾപ്പെടെ ഈ പഞ്ചായത്തിൻ്റെ ബിൽഡിംഗ് ഇപ്പോഴത്തെ രീതിയിലേക്ക് പണിതുണ്ടാക്കിയത് മുഴുവൻ ഈ UDFൻ്റെ കാലത്താണ്. ഇവിടെ നടന്നിട്ടുള്ള അതായത് കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയുടെ കാലത്താണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ജില്ലയിലെ ഒന്നാമത്തെ പഞ്ചായത്തായിട്ട് അന്ന് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അതിൻ്റെ അനുസരിച്ച് സംസ്ഥാന തലത്തിൽ ഒരു സെമിനാർ നടത്തിയപ്പോൾ അതിന് നീഴൂർ പഞ്ചായത്തിന് അത് ഉള്ള അവസരം ഇവിടെ നൽകിയതാണ്. അതുപോലെ ആ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റി തുടങ്ങിയ കാര്യമാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ലെന്നുള്ളതാണ്. പഞ്ചായത്തുകളെ സംബന്ധിച്ച് ഒരു പഞ്ചായത്ത് കമ്മിറ്റി ചെയ്ത കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ അടുത്ത പഞ്ചായത്ത് കമ്മിറ്റി ഏറ്റെടുക്കുകയും അത് ഭംഗിയായി തീർക്കുകയും ചെയ്യണം. ബഡ് സ്കൂളിനെ സംബന്ധിച്ച് ശ്രീമതി കലാ CDS പ്രസിഡൻ്റ് ആയിരുന്ന കാലത്താണ് ബഡ് സ്കൂളിന് ഞാൻ പ്രസിഡൻ്റായിരുന്ന സമയത്താണ് ബഡ് സ്കൂളിന് പൈസ അനുവദിച്ചെന്നുള്ളറിയാം. പക്ഷേ അതിൻ്റെ കെട്ടിടം പണിത് പഞ്ചായത്തിനാകെയുള്ള സ്ഥലം അതാണ്. അത് കെട്ടിടം പണിത് വരാനുണ്ടായി താമസമുണ്ടായി. അതുപോലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളെ സംബന്ധിച്ച് ഈ തുമ്പൂർ മൂഴി മോഡൽ പോലെ അന്ന് സർക്കാർ പറഞ്ഞ പദ്ധതിയാണ് അതൊക്കെ നടപ്പിലാക്കിയെങ്കിലും അതിൻ്റെ ഒന്നും തുടർ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി മേൽനോട്ടം നയിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത്. മൈക്കിൽ പറഞ്ഞാലേ കിട്ടത്തുള്ളൂ. തിരുവാമ്പാടി ലക്ഷം നിങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അവിടെ ഇരിക്കുക, നിങ്ങളല്ല സംസാരിക്കേണ്ടത്, നിങ്ങളല്ല ഞങ്ങൾക്ക് ഇവിടെ സംസാരിക്കണം. തിരുവാമ്പാടി ലക്ഷം വീട് കോളനി ഇന്ന് വരെ പൂർത്തീകരിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മണിച്ചേട്ടൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്നത്. അത് ഇന്ന് വരെ പൂർത്തീകരിച്ചിട്ടുണ്ടോ? അതിന്റെ കഥകൾ വെച്ചിട്ടുണ്ടോ? അതിന് കക്കൂസൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? അവരെവിടെ താമസിക്കുന്നു? ഓക്കെ ആരെയും പേടിപ്പിക്കണ്ട, പേടിപ്പിച്ച് മുന്നോട്ട് പോകാൻ ആരും വിചാരിക്കണ്ട. അത് നിങ്ങൾ വീട്ടിൽ വെച്ചാൽ മതി, പള്ളി പറഞ്ഞാൽ മതി. ഈ ഇവിടെ പറയട്ടെ, പറയൂ. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala.
Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ ഞീടൂർ പഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷം എല്ലാവർക്കും സന്തോഷത്തിന് അവസരം കിട്ടിയതാണ്. ഇവിടെ ഈ ഞീടൂർ പഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷം ഒരു മൂന്നാമത്തെ തവണയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നത്. ആദ്യം ബഹുമാനായിട്ടുള്ള CPM-ന്റെ മുതിർന്ന നേതാവ് EB സദാശിവൻ നായർ ഈ പഞ്ചായത്ത് ഭരിച്ചു. അതിനുശേഷം PK മോഹനും AP പ്രവേശ് സാറും ഭരിച്ചു. ഇപ്പോൾ CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗം സുഷമയ്ക്ക് ശേഷം കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവ് ശ്രീകല ദിലീപ് പഞ്ചായത്ത് ഭരിക്കുന്നു. ഇതിനും ഈ 15 വർഷക്ക് മാത്രമാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രസിഡന്റുമാർ ഈ പഞ്ചായത്ത് ഭരിച്ചത്. ഈ പഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷം ഇതിൻ്റെ സിംഹഭാഗവും അധികാരത്തിലിരുന്നുകൊണ്ടിരുന്നത് ഇവിടുത്തെ UDF-ന്റെ നേതൃത്വം ആയിട്ടുള്ള ആളുകളാണ്. ഈ പഞ്ചായത്തിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളുടെ കെട്ടിടങ്ങളുടെ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെയോ ശിലാഫലകങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ കൂടെ വന്ന് പരിശോധിക്കാം. നിങ്ങളിപ്പോൾ ഇവിടെ വലിയ ആക്ഷേപമായിട്ട് പറയുന്ന ഈ പഞ്ചായത്ത് കമ്മ്യൂണിറ്റിക്കാൾ ഞീടൂരിൻ്റെ അകത്ത് ഒരു പൊതുപരിപാടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പൊതുജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ പണി കഴിപ്പിച്ചത് ഈ പറയുന്ന വർഷങ്ങളായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന UDF-ന്റെ ഭരണകാലത്തൊന്നുമല്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് PK മോഹനന്റെ കാലഘട്ടത്തിലാണ് ആ പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ ഇതേ രീതിയിൽ കമ്മ്യൂണിറ്റിക്കാൾ ഭരിച്ചത്. ഇതിന്റെ അകത്ത് ഞീടൂരിലെ വിശ്വഭാരതി ഹയർ സെക്കൻഡറി സ്കൂളിലടക്കം പറയട്ടെ നിങ്ങൾക്ക് പറയാലോ ഞീടൂർ വിശ്വഭാരതി ഹയർ സെക്കൻഡറി സ്കൂളിലടക്കം +2 അനുഭവിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിലാണ്. ഇപ്പൊ ബഹുമാനായിട്ടുള്ള BJP-യുടെ ഇവിടെ BJP-യുടെ പ്രതിനിധി രാജേഷ് ചേട്ടൻ ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഞീടൂർ പഞ്ചായത്തിലെ ഏത് ആൾക്കാണ് കാട്ടാമ്പാക്ക് PSC ചെന്നിട്ട് ഡോക്ടറെ കാണാതെ മരുന്ന് കിട്ടാതെ തിരിച്ചു പോണെന്ന് ആളുടെ പേര് ഉദ്ദേശിച്ച് BJP-യുടെ ആൾക്ക് പറയാലോ? കേരളത്തിന്റെ അകത്ത് കഴിഞ്ഞ 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന്റെ ആരോഗ്യരംഗത്തിന്റെ വികസനത്തിന്റെ ഫലമായിട്ടാണ് ഈ കേരളത്തിന്റെ അകത്തെ പൊതു ആരോഗ്യ രംഗങ്ങൾ ഇത്രയും പറഞ്ഞത്. അലക്സ് എന്ന് പറയുന്ന ഡോക്ടർ ഇവിടെ മെഡിക്കൽ ഓഫീസറായിട്ട് സുഖമായിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സോഡിയ സക്കറിയ എന്ന് പറയുന്ന ഡോക്ടർ സേവനം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കാലഘട്ടത്തിൽ ഇവിടുത്തെ സബ് സെന്റർ ആയിട്ട് ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ പൂച്ച വെച്ച് കിടക്കുകയായിരുന്നു. ഇന്നിപ്പോ ഒരു ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് അടക്കം സർക്കാരിന്റെ ശമ്പളത്തിൽ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ പൊതു ആരോഗ്യ രംഗത്ത് ഞീടൂർ പഞ്ചായത്ത് ഈ PHSയെ പരിപാലിക്കുന്നത്. ഓക്കെ UDF എന്താ പറയാമെന്നല്ലോ. അല്ല, ഇപ്പം വിനോദ് പറഞ്ഞൊരു കാര്യം, ഈ കമ്മ്യൂണിറ്റി കാർഡ് ഉണ്ടായത് അതിൻ്റെ ആദ്യത്തെ തുടക്കം 95-ലെ UDF-ന്റെ ഭരണസമിതിയുടെ കാലത്താണ്. അവിടെയാണ് മാവേലി സ്റ്റോർ തുടങ്ങിയത്. ആദ്യത്തെ രണ്ട് മുറികൾ പണിത് മല്ലാരി പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ്. അതിൻ്റെ മുകളിൽ അത് പൊക്കി ഇപ്പോഴത്തെ സ്റ്റേജ് ഇരിക്കുന്ന പൊക്കികളുണ്ടാക്കി. രണ്ടാമത് 2000-2005 ഞാനും തെയ്യമ്മ ടീച്ചറൊക്കെ വൈസ് പ്രസിഡന്റ് ആയ സമയത്താണ് ഉണ്ടാക്കിയത്. അതിനുശേഷം അതിൻ്റെ മുകളിലത്തെ കമ്മ്യൂണിറ്റി കാർഡ് അതിന് മെയിനായിട്ട് ഫണ്ട് തന്നത് ശ്രീ സ്റ്റീഫൻ ജോർജ് MLA ആയിരുന്നപ്പം
അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ മേടിച്ച് പഞ്ചായത്തും ബ്ലോക്കും ഒക്കെ ചെയ്ത് അതിൻ്റെ കല്ല് കെട്ടി അതിൻ്റെ മുകളിൽ റൂഫും ചെയ്ത ശേഷമാണ് 2005 ഭരണസമിതി പോയത്. ആ 2005 ഭരണസമിതി ഉദ്ഘാടനം നടത്തിയ വിനോദ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയ സമയത്താണ് അതിന്റെ 90% പണി ചെയ്ത് UDF-ന്റെ കാലത്താണ്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞു ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞേക്കാം. കെ പി ദേവദാസ് പറഞ്ഞ മുൻകാലങ്ങളിൽ ചെലവഴിച്ചിട്ടുള്ളത് തോമ നീ വർക്കെടുത്തോ, നീ ചാക്കോ നീ വർക്കെടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ 2,79,00,000 രൂപ ചെലവഴിക്കാത്ത കാര്യത്തെക്കുറിച്ച് ലാഫ്സായതിനെ കുറിച്ച് മറുപടി പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത്? ഒരു ഇത് വായിക്കാം, ഓഡിറ്റ് റിപ്പോർട്ട്. 2021-22 സാമ്പത്തിക വർഷം 2,77,000 രൂപയും തൻ വർഷം 2,29,50 പൈസയും ചെക്ക് നമ്പർ ഇത്ര വെച്ചിട്ട് പ്രസ്തുത തൻവർഷം ലേബർ ആർക്ക് കൊടുത്തു? ജൈവ വൈവിധ്യ പാർക്കിന് കൊടുത്തു. ടെൻഡർ ചെയ്ത ആൾക്ക് കൊടുത്തു. തോമോയും ചാക്കോയ്ക്കൊന്നും അല്ല കൊടുത്തത്. നിങ്ങൾ ഈ ടെൻഡർ ചെയ്ത് തന്നെയാണ് കൊടുത്തത്. ഇങ്ങനെ കൊടുത്ത വർക്കിനാണ് ഓഡിറ്റ് ഓപ്ഷൻ പറഞ്ഞേക്കുന്നത്. വർക്ക് എന്താ എടുക്കാത്തതെന്നറിയാവോ? 2018 റേറ്റാണ് ഇപ്പോഴും PWD കിടക്കുന്നത്. പരിഷ്കരിച്ചിട്ടില്ല. ആരും വർക്ക് എടുക്കരുത്. അത് പരിഷ്കരിക്കാത്തതാണ് ടെൻഡർ നടപടികൾ നടക്കാൻ കിടക്കുന്നത്. ഈ അടുത്ത കാലത്താണ് അത് പരിഷ്കരിച്ചിട്ടുള്ളത്. പഴയ റേറ്റ് ആളുകളെ കൊണ്ട് വർക്ക് എടുത്ത് ജയിക്കാതിരിക്കാൻ വേണ്ടിയാ. ഇപ്പം 21 റേറ്റ് 23 വരെ 18 23 വരെ 2018 റേറ്റ്. പഞ്ചായത്ത് നഗരപാലിക നിയമത്തിന്റെ പിതൃത്വമൊക്കെ കോൺഗ്രസുകാർ ഏറ്റെടുത്താലും 28 സംസ്ഥാനങ്ങളിൽ ഇതുപോലെ ത്രിതല സംവിധാനത്തിൽ പഞ്ചായത്ത് രാജ് നടപ്പാക്കിയിട്ടുള്ള സംസ്ഥാനം ഏതെന്നുണ്ടെന്ന് പറയണം. ഇതുപോലെ ആ പഞ്ചായത്ത് രാജ് നിയമം കേരളത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് പഞ്ചായത്ത് രാജ് പ്രസ്ഥാനം 25 വർഷം മുമ്പ് തുടങ്ങിയ EMS-ന്റെ സ്വപ്ന പദ്ധതി 25 വർഷം മുമ്പ് 27 വർഷം മുമ്പ് ജനകീയാസൂത്രണ പ്രസ്ഥാനം, ആ പ്രസ്ഥാനമാണ് ഇന്ന് തുടക്കം കുറിച്ച് 27 വർഷം പൂർത്തീകരിക്കുമ്പോൾ ജനങ്ങളുടെ കൈകളിൽ അധികാരം. സ്വരാജ് എന്നുള്ള സങ്കല്പം ഈ രാജ്യത്ത് കൊണ്ടുവന്ന് മഹാത്മാഗാന്ധിയാണ്. അതിൽ തുടർന്നാണ് പോന്നിട്ടുള്ളത്. നിങ്ങൾ പറയുന്നതല്ല. അഴിമതിയെ കുറിച്ച് പറഞ്ഞു. അഴിമതിയെ കുറിച്ച് പറഞ്ഞാലേ ഞങ്ങളാരും അയ്യപ്പന്റെ വിഗ്രഹം പോയിട്ടില്ല. ഇവിടെ ഞങ്ങളാരും അതുകൊണ്ട് പോയിട്ടില്ല. വോട്ട് ചോരി വിഷയം ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധി ഉയർത്തിട്ട് അതിനെതിരെ പറയാത്ത ഏക മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവൺമെന്റ് ആണ്. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി വിഷയം ഈ രാജ്യത്ത് പറയാത്തത്. പിന്നെ രാജേഷ് പറഞ്ഞ കോൺഗ്രസുകാര് 48 വർഷം ഇന്ത്യ ഭരിച്ചതാണ്. എന്നിട്ട് ഇന്ത്യ ഇപ്പൊ 50 സീറ്റ് പോലും ഇല്ലാതെ പ്രതിപക്ഷത്തിരിക്കേണ്ട ഗതികേട്ടിലേക്ക് 50 സീറ്റ് പോലും ഇല്ലാതെ 48 വർഷം ഭരിച്ച കോൺഗ്രസ് 1, 2, 3 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിരുന്നു CPM. ആ CPM എത്ര സീറ്റ് ഉണ്ട്? ഒരുപാട് തൊഴിലുറപ്പ് പദ്ധതി CPM-ന്റെ പൈലറ്റിലുണ്ടായിരുന്നല്ലോ. പൊതുജനങ്ങളെ നമ്മൾ മാനിക്കണം. അവർക്ക് ചോദിക്കാനുള്ള ചോദിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു മിനിറ്റ് നമ്മുടെ ഹലോ സുരേഷേ ഒന്ന് പറഞ്ഞോട്ടെ സുരേഷേ ഒന്ന് പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ്. ഹലോ, ആരോടാണ് ചോദ്യം? പൊതുവായിട്ടുള്ള ചോദ്യമാണ്. പൊതുവായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിനോടും പൊതുജനങ്ങളോടുമായിട്ടുള്ള ചോദ്യമാണ്. ആരോടാ ചോദ്യം? പൊതുവായിട്ടുള്ള ചോദ്യമാണ്. മതസൗഹാർദ്ദമുള്ള ഒരു ഗ്രാമപ്രദേശമാണ് നീടൂർ ഗ്രാമപഞ്ചായത്ത്. ഇവിടെ ആദരനായ നീടൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു, ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ വികസനം നടന്നത്. അത് ശരിയാണ്. പ്രിയങ്കരനായ മോൻസ് ജോസഫ് MLA ഇവിടെ MLA ആയിട്ട് ഇരിക്കുമ്പോഴാണ് നീടൂർ അപ്ലൈഡ് സയൻസ് കോളേജ്, ആയുർവേദ ആശുപത്രി, ഹോമിയോ ആശുപത്രി, അതുപോലെ തന്നെ പാലങ്ങളും റോഡുകളും എല്ലാം ഉണ്ടായത്. അത് സമ്മതിക്കുന്നു. അതിന് സമ്മതിക്കാനായിട്ടുള്ള ആർജവം കാണിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ പ്രിയങ്കരനായിട്ടുള്ള ഇവിടെ കണ്ടല്ലോ, MLA എന്ന നിലയിൽ MLA-യോട് ഗ്രാമപഞ്ചായത്ത് ഒന്നടങ്കം ചെന്ന് ഇവിടെ ഫണ്ട് ചോദിച്ചപ്പോൾ അവിടെ 25 ലക്ഷം രൂപ MLA പ്രിയങ്കരനാ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊടുക്കുകയുണ്ടായി. അതിന് MLA-യുടെ തലയിലേക്ക് കെട്ടിവെച്ചിട്ട് കാര്യമില്ല. അത് ഇടിഞ്ഞു പൊളിഞ്ഞ് അത് പിന്നെ പ്രിയങ്കരനായിട്ടുള്ള
ശ്രീ മാണി ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇവിടെ ഭരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇത്രയും ജനങ്ങൾ കൂടി ഇനി ഇവിടെ ഈ നാട്ടിൽ ഇവിടെ ഇതുപോലെ ജനങ്ങൾ കൂടുവാൻ ഈ ഗ്രാമപ്രദേശത്ത് പുതിയ ഈ ഭരണസമിതിക്ക് എന്താണ് കൊണ്ടുള്ളത്? ഇവിടെ ഒരു ബിവറേജ് കോർപ്പറേഷൻ കൊണ്ടുവന്നാൽ ഇവിടെ നാട്ടിലെ ഈ ഗ്രാമത്തിലെ ഇവിടെ ജനങ്ങൾക്ക് സാധാരണക്കാരന് ഇവിടെ ഒരു വികസനം ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ജനങ്ങളാണ് കൂടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും പാവപ്പെടും. മദ്യം കുടിക്കട്ടെ, ഇവിടെ സ്വർണ്ണപ്പാളികൾ കാണാതെ പോകുന്നു. മദ്യം ഘട്ടം ഘട്ടമായി നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ 28 ബാറുകൾ ഉണ്ടായല്ലോ. ഇവിടെ AC ഓഡിറ്റോറിയം ഉണ്ട്, ഇവിടെ പല ഓഡിറ്റോറിയം ഉണ്ട്, കമ്മ്യൂണിറ്റി ഹാളിന്റെ ഓഡിറ്റോറിയം ഉണ്ട്. ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ എല്ലാവരും മദ്യം കഴിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് പൊതുജനങ്ങൾക്ക് ഒറ്റ ചോദ്യം ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് തരാം. നമ്മൾക്ക് ഒരു കാര്യം ഞാൻ ചോദിക്കണം, ഒരു കാര്യം മാത്രം. എന്താണെന്നറിയോ, ഇവിടെ ഭരണസമിതിയും നീഴൂർ പഞ്ചായത്തിന്റെ ഭരണസമിതിയും പ്രതിപക്ഷവും കൂടെ അഴിമതി നടത്തിയിട്ടാണ് ഈ കമ്മ്യൂണിറ്റികൾ ഇടിഞ്ഞു വീഴുന്നുമ്പ് സന്തോഷ് കുഴുവേലി പറഞ്ഞു. മിനിഞ്ഞാന്ന് വരെ സന്തോഷ് കുഴുവേലി ഇവിടുത്തെ LDFന്റെ കൺവീനറായിരുന്നു. ഈ സന്തോഷ് കുഴുവേലിക്ക് അപ്പൊ എത്ര രൂപ കിട്ടിയിട്ടുണ്ട് അഴിമതി എടുന്നാണ് എനിക്ക് ചോദിക്കുന്നത്. ഇന്നത്തെ LDF നാളത്തെ BJP ആണോ? ഒരു കാര്യം ഇവിടെ നാളത്തെ BJP ആണോ? മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഓരോ ദിവസവും BJPയിലേക്ക് ആളുകൾ കാലമാണ്. കോളനിയിലെ ഓഗ്മെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയാച്ചന്റെ കാര്യം പറഞ്ഞ ശരിയാ, ഇരട്ട വീട് ഉണ്ടാക്കിയതാണ്. പക്ഷെ മനുഷ്യർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയത് ഈ ഭരണസമിതിയാ. ചുറ്റുപാടിലുണ്ടാക്കി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതാണെന്നറിയോ, രണ്ടാമത് ഇവിടുത്തെ ഈ നിഴൂർ പഞ്ചായത്തിലെ എണ്ണപ്പെട്ട സംഭവങ്ങളുടെ മുഴുവൻ വികസന പ്രവർത്തനം കൊണ്ടുവന്നത് LDFന്റെ കാലത്താണ്. അവിടെ മൈക്ക് തരാം. എനിക്ക് ചോദിക്കാനുള്ള LDFന്റെ പ്രതിനിധികളാണ്. ആരോടാ? LDFന്റെ പ്രതിനിധി. അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി, കഴിഞ്ഞ 15 വർഷമായിട്ട് മാത്രമേ ഇവിടെ LDF ഭരിക്കുന്നുള്ളൂ. അത് പോകട്ടെ, കഴിഞ്ഞ 5 വർഷം പൂർത്തിയാകുമ്പോൾ 4 വർഷമായി. ഇദ്ദേഹം പറഞ്ഞു ഇവിടെ ബഡ് സ്കൂൾ കൊണ്ടുവന്നതും അല്ലെങ്കിൽ പൂതപ്പാണ്ടച്ചിറയിൽ ഇത് കൊണ്ടുവന്നതും വെൽനസ് സെൻറ്റർ കൊണ്ടുവന്നതും ഇതെല്ലാം കൊണ്ടുവന്നത് UDF ആണെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയുണ്ടായി. എന്താണെങ്കിലും ഇവരുടെ ഭരണസമിതി കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു പദ്ധതി അത് കൊണ്ടുവരികയും അത് പൂർത്തിയാക്കുകയും ചെയ്തതിനെക്കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ. അദ്ദേഹം പറഞ്ഞത് UDF കൊണ്ടുവന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ, LDF പുതിയ പദ്ധതികൾ കൊണ്ടുവന്നിട്ടില്ല എന്നാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? വലിയൊരു മതിലെ കൊണ്ട് വെച്ചിട്ടുണ്ട്. 2 ശവക്കല്ലറുകൾ വെക്കുന്നത് കല്ല് കൊണ്ടുപോയി നീഴൂർ പഞ്ചായത്തിന്റെ മതിലെ വെച്ചിട്ടുണ്ട്. 3 ലക്ഷം രൂപയാ. 3 ലക്ഷം രൂപ വേണ്ട എസ്റ്റിമേറ്റിനായിട്ട് ഇരിപ്പുണ്ട്. ആകെ 3 ലക്ഷം രൂപ മുടക്കിയിട്ട് 2 ശവക്കല്ലറ വെക്കാൻ പറ്റുന്ന മുടിപ്പുള്ള കല്ല് കൊണ്ടുപോയി വെച്ചിട്ടാണ് പറഞ്ഞത്. ഞങ്ങളത് പണിത് നവീകരിച്ച് ISO ആക്കി ഇപ്പോൾ AC റൂം. ആ കല്ലൊക്കെ അകത്ത് ആരും കാണാതെ വെച്ചിരിക്കുക. കാരണം എന്നാണെന്നറിയോ, പുറത്ത് കാണിക്കാൻ പറ്റിയല്ല. അതുകൊണ്ടാ ആ പണിയിലൊക്കെ നടത്തിയിട്ടുള്ള കൊള്ളരുതായ്മകളുണ്ടാ അത് പുറത്ത് കാണിക്കാൻ പറ്റാത്തത്. നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുൻപ് എല്ലാവർക്കും ഒരു അവസരം കൂടി തരാം. അപ്പൊ നമുക്ക് ഇതൊന്നും പറയട്ടെ. എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഭരിക്കുന്ന കാലഘട്ടത്തിലല്ലാതെ നീഴൂരിന്റെ ചരിത്രത്തിന്റെ രേഖയിൽ ഒരു വികസന പ്രവർത്തനവും ഗവൺമെന്റിൻ്റെതായിട്ട് അത് UDF പഞ്ചായത്ത് ഭരിച്ചാലും ഉണ്ടായിട്ടില്ല. IHRD കോളേജ്, ബഡ് സ്കൂള്, IHRD കോളേജ്, ബഡ് സ്കൂള്, അങ്ങനെ എത്രയോ ലാഭം മാർക്കറ്റ്, ആയുർവേദ ആശുപത്രി, ഹോമിയോ ആശുപത്രി, PHSD അപ്ഡേഷൻ, എത്ര എണ്ണം വേണം പറയാൻ? ആ മൃഗാശുപത്രി, കൃഷിഭവൻ, എത്ര എണ്ണം വേണം പറയാൻ? ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 1,00,000 വീടിന്റെ കാര്യം പറഞ്ഞല്ലോ. 1,00,000 വീട്ടിലേക്ക് ചെന്നാൽ 28 കുടുംബക്കാരോടൊന്ന് ചോദിക്കണം. അത് പണിത കോൺട്രാക്ടർക്ക് എഗ്രിമെന്റ് പ്രകാരം 6.25 ലക്ഷം രൂപ ഇപ്പോഴും കൊടുക്കാനുണ്ട്. അത് നിങ്ങൾ കണ്ണീരും കൈയുമായിട്ടാണ് കഴിയുന്നത്. അത് പാസ്പെറ്റോ ഷീറ്റല്ല, ടിൻ ഷീറ്റ് ഇട്ട് തേക്കാത്ത കക്കൂസില്ലാത്ത വീടാണ് ഇവർ നിർമ്മിച്ചു കൊടുത്തത്. കൊടിയ അഴിമതിയാണ് അതിൻ്റെ അകത്ത് നടത്തിയിട്ടുള്ളത്. അഴിമതി ഈ ഗവൺമെന്റ് അന്വേഷിക്കാൻ പറ്റാത്ത കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുമ്പോഴാണ് അഴിമതി ആരോപണമായിട്ട് തന്നെ അഴിമതി ആരോപണം തന്നെ. വിജിലൻസും പോലീസും എല്ലാം നിങ്ങളുടെ ഇരിപ്പുണ്ടല്ലോ. അങ്ങനെ ദാസ് പറഞ്ഞു പോകരുത്. അതിന്റെ മുഴുവൻ കാര്യത്തെ കുറിച്ച് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. നമുക്കിപ്പോ അടുത്ത ഭരണം UDFന് ലഭിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവരിക? ഞങ്ങൾ 100 രൂപ കിട്ടിയാൽ 100% പദ്ധതി ചെലവഴിക്കും. ഒന്നാമത്തെ കാര്യം, ആ കാര്യം ചെലവഴിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഇവിടെ ഈ റോഡുകളെല്ലാം നല്ല രീതിയിൽ ടാർ ചെയ്യും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. വഴിവിളക്കുകളുടെ പ്രശ്നം തീർക്കും. നിങ്ങളിപ്പോൾ പറഞ്ഞു
ഇവിടെ PHS കൊണ്ടുവന്നു, ഇതൊക്കെ കൊണ്ടുവന്നു. ഹോമിയോ കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന് കോൺഗ്രസ് കേരളം ഭരിക്കപ്പെടാ. നിങ്ങൾ എന്തിനാന്നേ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നുള്ള അപ്ഗ്രേഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അപ്ഗ്രേഷൻ ആരാണെന്ന് പറയുന്നത്? നിങ്ങൾ അപ്ഗ്രേഷൻ കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന് നിങ്ങളെ അപ്ഗ്രേഷൻ കോടിക്കണക്കിന് രൂപയുടെ വേതനം. പട്ടാളക്കാരും പറയുന്ന പോലെ പറയരുത്, കയ്യും കാലും വെട്ടിക്കഥ പറയരുത്. അപ്പൊ ആരുടെ തല വെട്ടിയെന്ന് ചോദിച്ചും പറയാം, അത് ആണുങ്ങൾ നേരത്തെ വെട്ടിയെന്നാ പറഞ്ഞേ. ഞാൻ കയ്യും കാലും വെട്ടിയെന്ന് പറയുമ്പോൾ അപ്പൊ അത് അധികാരത്തിൽ വന്നാൽ ഇവിടെ മികച്ച പഞ്ചായത്ത് ഈ ജില്ലയിൽ 2 പ്രാവശ്യം തെരഞ്ഞെടുത്തതാണ് UDF പറഞ്ഞ കാലത്ത്. അത്തരത്തിലേക്ക് കൊണ്ടുവരും. ആ രീതിയിൽ ജില്ലയിൽ നല്ല രീതിയിൽ കൊണ്ടുവരും. നല്ല രീതിയിൽ ഇപ്പം കേരളത്തിൽ ആദ്യമായിട്ട് പിന്നെ കറണ്ട് പിന്നെ കേരളത്തെ സൗരോർജ്ജം കൊണ്ട് വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരു പഞ്ചായത്ത് ഉണ്ടാക്കിയത് കോൺഗ്രസിന്റെ പഞ്ചായത്താണ്. LDF തുടർ ഭരണം ഞീഴൂരിൽ കിട്ടുകയാണെങ്കിൽ എന്താണ് ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, UDF പദ്ധതികളെ തുടർച്ച മാത്രമാണ് LDF നടപ്പിലാക്കിയതെന്ന്. എന്തൊക്കെ പുതിയ പദ്ധതികളായിരിക്കും കൊണ്ടുവരിക? UDF ഒരു തുടർച്ചയും LDF അല്ല ചെയ്തിരിക്കുന്നത്. LDF ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതികൾ അത് നല്ല ഭംഗിയായിട്ട് നല്ല സുന്ദരമായിട്ട് ഈ ഞീഴൂർ പഞ്ചായത്തിന്റെ മണ്ണിൽ നന്നായി ഓടുകയാണ്. അതിന് വേണ്ട എല്ലാ വിത്തും വളവും എല്ലാം ഞങ്ങൾ ഈ പഞ്ചായത്ത് ഭരണസമിതിയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഇവിടെ പിന്നെ എന്താ ഒരു ബഡ് സ്കൂൾ ഉണ്ടാക്കി കഥ കേട്ടില്ലേ? ഒരു കുളത്തിന്റെ സൈഡിൽ പിള്ളേര് ബഡ് സ്കൂള് കുളത്തിന്റെ സൈഡിൽ ഒരു ടോയ്ലറ്റ് പോലും നിർമ്മിക്കാതെ ചുമ്മാ ഒരു കുളം ചുമ്മാതെ കൊണ്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്നു. അതൊക്കെ നമ്മൾ പൂർത്തീകരിച്ച് നമ്മുടെ ആശുപത്രി 1,68,00,000 രൂപ മുടക്കി UDF കാലത്ത് അനുവദിച്ചതാണ്. ഇവരുടെ കാലത്ത് UDF 2 വർഷം ഒരു പണിയും ചെയ്യാതെ കിടന്ന് ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം പഞ്ചായത്ത് 1,12,00,000 രൂപ ജില്ലാ പഞ്ചായത്ത് LDF വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ ഇനി വന്നാൽ നമ്മൾ മടത്തിപ്പറമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള സബ് സെന്റർ അത് നല്ല നിലയിൽ പൂർത്തീകരിക്കും. അതിന്റെ ഭംഗിയായി അതിന്റെ പ്രവർത്തനം. അതുപോലെ തന്നെ 55 ലക്ഷം രൂപ കാട്ടാമ്പാക്ക് PHSയുടെ മുകളിൽ ഒരു സബ് സെന്ററും കൂടെ പണിയാനുള്ള അനുമതി ഇപ്പം മേടിച്ചു വെച്ചിട്ടുണ്ട്. അതും കൂടി ഞങ്ങൾ പണി പൂർത്തീകരിക്കും. കാർഷിക മേഖലയിൽ ഞങ്ങൾ വിഭാവന ചെയ്യുന്ന ഒരുപാട് നൂതന പദ്ധതികളുണ്ട്. ആ പദ്ധതികളെല്ലാം കൃഷിക്കാർക്ക് വേണ്ടി ചെയ്യും. ക്ഷീരഗ്രാമം പദ്ധതിയൊക്കെ വളരെ വിപുലമായ രീതിയിൽ സർക്കാരിന്റെ വ്യവസായ നയത്തിന്റെ ഭാഗമായി സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരാൻ ശ്രമിക്കും. അത്തരത്തിലുള്ള അതുപോലെ ഞീഴൂരിനെ ടൂറിസത്തിന്റെ ഭാഗമായി ടൂറിസത്തിന്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് വലിയൊരു പാക്കേജ് കോടിക്കണക്കിന് രൂപയുടെ ഒരു പാക്കേജ് ഗവൺമെന്റിന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതും ഞങ്ങൾ നടപ്പാക്കും. പ്രസിഡന്റിന് എന്താ പറയാനുള്ള? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സംവാദം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ സ്വപ്ന പദ്ധതിയിൽ ഏതാണ്ട് ഭൂരിഭാഗവും നമ്മൾ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. PHSയുടെ പണിയെപ്പറ്റി പറഞ്ഞാൽ അന്ന് മണ്ണ് പോലും എടുക്കാതെ ഒരു കല്ലിടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഭരണസമിതിയുടെ കാലത്താണ് മണ്ണെടുക്കലും ബാക്കി പ്രവർത്തനങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. അല്ല, അതുപോലെ തന്നെ നമ്മുടെ ഈ സബ് സെന്ററിന്റെ കാര്യം പറഞ്ഞു. അതിന്റെ പണിയും ഉടനെ തന്നെ നമ്മൾ പൂർത്തിയാക്കും. പിന്നെ ഒന്ന് പറയാനുള്ളത്, നമ്മുടെ വർഷങ്ങൾ പഴക്കമുള്ളതാണ് നമ്മുടെ മരങ്ങോലി സ്കൂള്. അതിനിപ്പോൾ സർക്കാരിന്റെ നമ്മുടെ മെമ്പറിന്റെ നേതൃത്വത്തിൽ നമ്മുടെ നവകേരള സദസ്സിൽ നമുക്ക് BJP പ്രതിനിധിക്ക് ഒരു അവസരം 1,20,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. BJP പ്രതിനിധിക്ക് ഒരു അവസരം കൊടുക്കുകയാണ്. ഞീഴൂർ പഞ്ചായത്തിൽ ആരവം എന്ന് പറയുന്ന ഒരു പദ്ധതി ഇവിടെ കഴിഞ്ഞ 2 വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. ടൂറിസം പദ്ധതി. കുറേ ആൾക്കാരുടെ കുറേ യുവജനങ്ങളുടെ വികാരങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പരിപാടി നടത്തിയത്. പക്ഷേ ലക്ഷങ്ങളാണ് അതിൽ പിന്നിൽ അവർ അഴിമതി നടത്തിയിരിക്കുന്നത്. ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയിരിക്കുന്ന ഒരു പരിപാടിയാണ് ആരവം പരിപാടി. അത് പഞ്ചായത്തിൽ പോലും അത് അതിന്റെ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ലക്ഷമാണോ കോടിയാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. BJP മത്സരിക്കുമോ ഇവിടെ ഞീഴൂരിൽ? BJPയുടെ പ്രധാന അജണ്ട എന്ന് പറഞ്ഞാൽ വികസിത ഞീഴൂര് എന്നാണ്. ഇവിടെ ഈ രണ്ട് ഈ പട്ടിക്ക് എല്ലുകഷ്ണം കിട്ടും പോലെ കടിപിടി കൂടി അങ്ങോട്ട് ഞങ്ങളുടെ പദ്ധതിയാണെന്ന് പറഞ്ഞ് 2 മുന്നണികളും ഇവിടെ അവിടെ കിടന്ന് കടിപിടി കൂടി. പക്ഷേ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളാണ് വില്ലേജ് ഓഫീസ്, കൃഷി ഓഫീസ്. അഴിമതി വെല്ലുവിളിച്ചോ? നിങ്ങൾ കണക്ക് നിങ്ങൾ ആദ്യം പഞ്ചായത്തിൽ പോയി ഞാൻ പറഞ്ഞോട്ടെ ഈ അഴിമതിയുടെ കണക്കില്ലാതെ പഞ്ചായത്തിൽ പാസ്സാക്കിടുവാ. ചൂടേറിയ ചർച്ചകളാണ് ഈ ക്രിയാത്മകമായ ചർച്ചകളും അതോടൊപ്പം തന്നെ വാശിയേറിയ ചർച്ചകളുമാണ് ഞീഴൂർ പഞ്ചായത്തിൽ ആലപ്പാട്ട് ഗോൾഡ് ദൃശ്യ പോരാട്ടത്തിൽ ഉണ്ടായത്. ഇപ്പോൾ ഈ ദൃശ്യ പോരാട്ടം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പഞ്ചായത്തിലെ മറ്റൊരു എപ്പിസോഡുമായി കാണാം. നന്ദി, നമസ്കാരം.
ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.